ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വബാറക വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ. അമ്മാ ബഅദ്. സൂറത്തു ദാരിയാത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. والذاريات ذروا فالحاملات وقرا فالجاريات يسرا فالمقسمات أمرا إنما توعدون لصادق وإن الدين لواقع والسماء ذات الحبك إنكم لفي قول مختلف يؤفك عنه من أفك قتل الخراصون الذين هم في غمرة ساهون يسألون أيان يوم الدين يوم هم على النار يفتنون ذوقوا فتنتكم هذا الذي كنتم به تستعجلون إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم وفي الأرض آيات للموقنين. സൂറത്തു ദാരിയാത്ത് മക്കിയായ സൂറത്താണ്. 60 ആയത്തുകളാണ് ഇതിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദാരിയാതി ദർവ. വദ്ദാരിയാതി ദർവ. ദാരിയാത്ത് എന്ന് പറഞ്ഞാൽ പാറ്റുക, വിതറുക എന്നൊക്കെ അർത്ഥം. ദർവൻ ഒരു പാറ്റൽ എന്ന് വെച്ചാൽ ഒരു വീശൽ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊടിപടലങ്ങളെ പാറ്റുക അല്ലെങ്കിൽ ശക്തമായി അടിച്ചു നീക്കുന്ന കാറ്റുകളാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. വദ്ദാരിയാത്തി ദർവ എന്ന് പറഞ്ഞാൽ ശക്തമായി അടിച്ച് പൊടികളൊക്കെ പറത്തുന്ന കാറ്റ് തന്നെയാണ് സത്യം. വദ്ദാരിയാത്തി ദർവ രണ്ടും ഒന്ന് പാറ്റുക, അത് ശക്തിയായി പാറ്റുമ്പോൾ എന്നാണ് അർത്ഥം. പക്ഷെ അതിന്റെ ഉള്ളർത്ഥം എന്താണ് പറഞ്ഞാൽ കാറ്റ് ശക്തിയായി അടിക്കുമ്പോൾ പൊടിപടലങ്ങളെ പടർത്തി അതിനെ പാറ്റി അടിക്കുന്നതിനാണ് വദ്ദാരിയാത്തി ദർവ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാറ്റുകൾ തന്നെയാണ് സത്യം. ഫൽഹാമിലാത്തി വിഖ്റ. ഫൽഹാമിലാത്തി വിഖ്റ. ഹാമിലാത്ത് എന്ന് പറഞ്ഞാൽ ഹാമിൽ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. ഉലാത്തുൽ അഹ്മാൽ എന്നിട്ട് മറ്റോ പറഞ്ഞിരുന്നു. ചുമക്കുന്ന, ഹുമ്മാൽ ചുമക്കുന്ന, ഹംല് ഭാരം വഹിക്കുക എന്നൊക്കെ. ഫൽ ഹാമിലാത്ത്. ഹാമിലാത്ത് എന്ന് പറഞ്ഞാൽ വഹിക്കുന്നവ തന്നെയാണ് സത്യം. വിഖ്റ ഭാരം, വെള്ളത്തിന്റെ ഭാരം ചുമക്കുന്ന കാർമേഘങ്ങൾ തന്നെയാണ് സത്യം. ഫൽ ഹാമിലാത്ത് വഹിക്കുന്നവ തന്നെയാണ് സത്യം. വിഖ്റ ഭാരം. ഫൽ ജാരിയാത്തി യുസ്ര. ജാരിയാത്ത് എന്ന് പറഞ്ഞാൽ കേട്ടില്ല നിങ്ങള്? ജാരിയായ സദഖ. അയ്വ ജന്നാത്തിൻ തെജ്രി എന്ന് പറഞ്ഞ ആ എന്നുള്ളതാണ് ജാരി.
ഒഴുകുന്നത്, സഞ്ചരിക്കുന്നത്. യുസ്റൻ, യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പം, നിഷ്പ്രയാസം ചലിക്കുന്നവ തന്നെയാണ് സത്യം. ഫൽ മുഖസ്സിമാതി അംറ, മുഖസ്സിമാത്ത് എന്ന് പറഞ്ഞാൽ ഖിസ്മത്ത്. ഖിസ്മത്ത് കേട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖിസ്മത്ത് ഇല്ലാത്ത മിക്കവാറും പാട്ടുണ്ടാവില്ല. ഹിന്ദി ഖസമും ഖിസ്മത്തും ഒക്കെ എപ്പോഴും ഉണ്ടാവും. ഖിസ്മ്, മുഖസ്സിം, അൽ ഖാസിം ഫിന്നാർ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? അത് കേട്ടില്ല? വീതിച്ചു കൊടുക്കുന്ന ആൾ നരകത്തിലാണ്. ചെറിയ ആപ്പിളിന്റെ കണ്ടൊക്കെ കിട്ടുമ്പോൾ വീതിക്കുന്ന ആൾ നരകത്തിലാണെന്ന് പറയില്ലേ? അതാണ് മുഖസ്സിമാത്ത്, വീതം വെക്കുക. വൽഫൽ മുഖസ്സിമാത്തി അംറ, കാര്യങ്ങളെ വീതം നൽകപ്പെടുന്നവർ, അവർ തന്നെയാണ് സത്യം. ഇന്നമാ തുഅദൂന ലസാദിഖ്, ഇന്നമാ തുഅദൂന ലസാദിഖ്, നിങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടത് എന്താണ്? സത്യമാണ്. അല്ലെങ്കിൽ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്താണ്? സത്യമാണ്. വ ഇന്ന ദീന ലവാഖിഅ, ദീൻ എന്താണ്? അത് വാഖിഅ, അത് സംഭവിക്കുന്നതാണ്. ദീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാലിക്കി, അവിടെ ദീൻ എന്താണ്? പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ എന്നാണ് നമ്മളെ. വിധിന്യായത്തിന്റെ ദിവസം, വിധിന്യായം എന്താണ്? ലവാഖ്, അത് സത്യം തന്നെയാണ്, സംഭവിക്കുന്നതാണ്. മനസ്സിലായില്ലേ? വസ്സമാഇ ദാത്തിൽ ഹുബുക്, വസ്സമാഇ ആകാശം തന്നെയാണ് സത്യം. ദാത്തിൽ ഹുബുക്, ഹുബുക് എന്ന് പറഞ്ഞാൽ വഴികൾ, പദങ്ങൾ, ഭ്രമണ മണ്ഡലങ്ങൾ, മാർഗങ്ങൾ എന്നൊക്കെ അർത്ഥം. മാർഗങ്ങളുടെ പലവിധ വഴികളുള്ള ആകാശം തന്നെയാണ്. ഇന്നക്കും, നിശ്ചയമായി നിങ്ങൾ, ലഫീ ഖൗലിൻ മുഖ്തലിഫ്, വിഭിന്നങ്ങളായ വാക്കുകളിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത് എന്ന്. യുഫ്ഫകു അൻഹു മൻ ഉഫിക്, യുഫ്ഫകു വഴിതെറ്റിക്കപ്പെടും, അൻഹു അതിനെ തൊട്ട്, മൻ ഉഫിഖ് വഴിതെറ്റിക്കപ്പെടുന്നവർ. ഖുതിലൽ ഖറാസൂൻ, ഊഹാപോഹങ്ങൾ കൊല്ലപ്പെടട്ടെ, അതിന്റെ ആൾക്കാർ. അല്ലദീനഹും ഫീ ഗംറത്തിൻ സാഹൂൻ, അല്ലദീൻ ഒരു കൂട്ടരാണ് അവർ, ഹും അവർ, ഫീ ഗംറത്തിൻ വിഡ്ഢിത്തരത്തിലാണുള്ളത്, സാഹൂൻ, സാഹൂൻ എന്ന് പറഞ്ഞാൽ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം എന്ന് പറഞ്ഞാൽ അശ്രദ്ധരായ, അശ്രദ്ധരായ. ഗംറത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തരം, വിഡ്ഢി, ഹംക്കിന്റെ അർത്ഥത്തിൽ. ഹംക്കിന്റെ അർത്ഥം പറഞ്ഞാൽ എന്താ? വിഡ്ഢി. മനസ്സിലായില്ലേ? അറബിയിൽ വിഡ്ഢിക്ക് പറഞ്ഞ വാക്കാണെന്ത്? ഹംക്ക്. മറന്ന് അശ്രദ്ധനായി കഴിയുന്ന ആൾക്കാർ, ഗഫ്ലത്തിൽ. യസ്അലൂന, അവർ ചോദിക്കുന്നതാണ്, അയ്യാന യൗമുദ്ദീൻ, വിധിന്യായ ദിവസം ഏതവസരത്തിലുണ്ടാകുക, എപ്പോഴാണ് ഉണ്ടാകുക? യൗമ ഹും അലന്നാരി യുഫ്തനൂൻ, യൗമ അത് ഒരു ദിവസമായിരിക്കും, ഹും അവരാകട്ടെ, അലന്നാർ നരകാഗ്നിയിൽ, യുഫ്തനൂൻ പരീക്ഷിക്കപ്പെടുന്നുണ്ടാവും. ആ ദിവസമായിരിക്കും എന്ത്? വിധിന്യായ ദിവസം. ദൂഖു, നിങ്ങൾ രുചിക്കിൻ, ഫിത്നതക്കും നിങ്ങളുടെ പരീക്ഷണങ്ങളെ, ഹാദല്ലദീ കുൻതും ബിഹി തസ്തഅജിലൂൻ, ഇതായിരുന്നു നിങ്ങൾ ധൃതി കൂട്ടി ചോദിച്ചിരുന്ന ആ സംഗതി, ഇതായിരുന്നു, നിങ്ങൾ ഇതിനെയായിരുന്നു ധൃതി കൂട്ടി ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പറഞ്ഞൊക്കെ മനസ്സിലായില്ല? ഖുറാന്റെ പരിഭാഷ ഒന്ന് വായിച്ചാൽ ചിലപ്പോ എന്താവൂല, ചിലപ്പോ മനസ്സിലാവില്ല എന്താന്ന്. കാരണം വസ്സാരിയാത്തി ദർവ എന്ന് പറഞ്ഞാൽ ശക്തമായി പാറ്റുന്നതിന്, വിതരണതിനാണ് എന്ത് പറയല്, അത്രേ ഇതിലുള്ളൂ. പക്ഷെ കാറ്റാണെന്ന് എവിടുന്ന് കിട്ടുള്ളൂ? എവിടുന്ന് കിട്ടുള്ളൂ? തഫ്സീറിന് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 4 കാര്യങ്ങളെ അള്ളാഹു സത്യം ചെയ്യാണ്. വസ്സാരിയാത്തി ദർവ, ശക്തമായി പൊടികളെ
പൊടികളെ വീശി അടിക്കുന്ന പാറ്റുന്ന കാറ്റുകൾ തന്നെയാണ് സത്യം. കാറ്റ് സത്യത്തിൽ ഒരു വലിയ പവറുള്ള സാധനമാണ്. വലിയ വലിയ മണൽക്കൂനകളൊക്കെ എന്താക്കും? നമുക്ക് പൊടിയാറ്റാറിന് അവിടെ ചെറിയൊരു പൊടി വാരണതിനാണ് നമ്മളെന്ത് പറയല്? പൊടിക്കാറ്റുണ്ടാലുണ്ട്. എവിടെ എവിടെ? ഗൾഫില്, മക്കത്ത്, മദീനത്തൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു പൊടിക്കാറ്റ്. എങ്ങനെ ഉണ്ടാവുക പൊടിക്കാറ്റ്? ആളെ കാണാൻ കഴിയില്ല. അത് ഭയങ്കര എന്തുണ്ടാവും? ഭയങ്കര പ്രയാസമായിരിക്കും. മണൽക്കൂനകളൊക്കെ മാറും. എന്ത്? ഇവിടെയുള്ള വലിയൊരു കൂന കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെത്തും. അങ്ങനത്തെ കാറ്റടിക്കും. ഇപ്പൊ സാധാരണ ജിസാൻ എന്നൊക്കെ ജിദ്ദയ്ക്ക് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റ് ദുബൈയിൽ നിന്ന് ഖത്തറിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഓരോ വണ്ടിന്റെ ബോഡിമേല് ഒരു സൈസ് ലോഷൻ തേക്കലുണ്ട്. എന്തിനാണ്? കാറ്റടിച്ചിട്ട് വണ്ടിന്റെ പെയിന്റ് എന്താവും? മണല് കൊണ്ടിട്ട് ആ സൈഡ് പോവും. അപ്പൊ അത് പോകാതെക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു ഗ്രീസൊക്കെ മാതിരിയുള്ള ഒരു സാധനം തേച്ചിട്ടാ വരല്. മനസ്സിലായി? പോവുക എന്തിന്റെ? കാറിന്റെ ആ താഴെ ലൈനിലൊക്കെ ഉള്ള ഫുള്ള് ഇത് പോയിട്ടുണ്ടാവും. അത് അങ്ങനത്തെ കാറ്റടിച്ചിട്ട് അത് ഇതായി പോകുന്നതിന് ചില സീസൺ ചില സമയത്തുണ്ട്. അത് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക്, മക്ക, മദീന, റിയാദ്, തബൂക്ക് അവിടൊക്കെ ഉള്ള ആളുകൾക്ക് വേഗം അറിയാം ഈ കാറ്റെന്താണെന്ന്. എല്ലായിടത്തും മണല അടിച്ച് കയറിയിട്ടുണ്ടാവും. അത് കുറച്ച് നേരത്തേക്കൊന്നല്ല ഉണ്ടാകുക. നമ്മളവിടെ അടിക്കുന്ന കാറ്റ് പറഞ്ഞാൽ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിക്കോളും? നമ്മളിങ്ങനെ ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് കുറച്ച് ഇലയും കടലാസൊക്കെ പറത്തി ഇങ്ങനെ പോണ കണ്ടാൽ അത് വളരെ സിമ്പിൾ കാറ്റായി. അവിടുത്തെ ഫുള്ള് മണലൊക്കെ അടിച്ച് പറത്തിണ്ട കാറ്റ്. ആ കാറ്റ് തന്നെയാണ് സത്യം. ആ കാറ്റിന്റെ പവർ ഭയങ്കര പവറാണ്. കാറ്റിന് എത്ര ശക്തി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, പാറ്റുന്ന, വീശിയടിക്കുന്ന, ശക്തിയായി അടിക്കുന്ന കാറ്റ് തന്നെയാണ് സത്യം. ഫൽഹാമിലാത്തി വിഖ്റ, ഫൽഹാമിലാത്തി വിഖ്റ. ഹാമിലാത്ത് എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കുന്ന, ചുമക്കുന്ന. വിഖ്റ എന്ന് പറഞ്ഞാൽ ഭാരം. ഭാരം ചുമക്കുന്നവ തന്നെയാണ് സത്യം. എന്താ ഭാരം ചുമക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം ചുമന്നു പോകുന്ന കാർമേഘങ്ങൾ. മനസ്സിലായില്ലേ? ചില മഴയൊക്കെ പെയ്താൽ അതിന്റെ വെള്ളത്തിലുണ്ടാവും. നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം റോട്ടിലൂടെ ഒക്കെ അങ്ങനെ കൂത്തി ഒലിച്ചിട്ട് വലിയ തോടുമാതിരി പോകുന്നുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാണ്? നമുക്കറിയാം, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ കുറച്ച് വെള്ളം എടുത്താൽ എങ്ങനെ ഉണ്ടാവും? വെള്ളം സത്യത്തിൽ ഭയങ്കര ഭയങ്കര വെയിറ്റുള്ള സാധനമാണ് വെള്ളം. അപ്പൊ ഇത്ര ഈ വെള്ളം മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ വഹിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോ അതിങ്ങനെ പോണതേ കാണുള്ളൂ. പക്ഷെ അത് എത്ര വെള്ളാണ്, എത്ര ഭാരമുള്ളതാണ്. മനസ്സിലായി? വെള്ളം ഭയങ്കര ഭാരമായിരിക്കും. കാരണം ഇങ്ങനെ കുഴഞ്ഞിട്ട് നിൽക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അത്ര വലിയ ഭാരത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? വഹിച്ചും കൊണ്ട് പോവാണ്. നമ്മളിപ്പോ ഇവിടെ മഴ പെയ്യ അറിയും, കുറച്ച് കഴിഞ്ഞിട്ട് കാറ്റ് കൊണ്ടുപോയി എന്നറിയാം. എങ്ങനെ ഉണ്ടാവും? ഒരു വലിയൊരു ടാങ്ക്, ഒരു 5000 ലിറ്ററിന്റെ ഒരു ഫുൾ ടാങ്ക് വെള്ളം കാറ്റ് കൊണ്ടായാലും നമ്മൾ എന്താ പറയാ? കാറ്റിങ്ങനെ കൊണ്ടുപോവുക, തള്ളിയിടല്ല. സ്റ്റാൻഡ് ഉണ്ട്, അതിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടാല് ചിലപ്പോ വലിയ പ്രയാസം ഉണ്ടാവില്ല. അതിങ്ങനെ എന്ത് ചെയ്യാ? കടലാസ് പാറണ മാതിരി അതിങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ 5000 ലിറ്റർ ഒന്നല്ല എന്തിൽ കൊണ്ടുപോണത്? മേഘത്തിലൂടെ കൊണ്ടുപോകും. പക്ഷെ നമ്മൾ അതെന്ത് ചെയ്യില്ല, നമ്മൾ മനസ്സിലാക്കില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മളെ വിളിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഫൽഹാമിലാത്തി വിഖ്റ. അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇത് മൂജസായ എന്ന് വെച്ചാൽ ജാമിയായ പദങ്ങളായിരിക്കും. വളരെ ചുരുങ്ങിയ വാക്കേ ഉണ്ടാവുള്ളൂ, പക്ഷെ അർത്ഥം വിശാലമായ അർത്ഥമായിരിക്കും. വിശാലമായ അർത്ഥമായിരിക്കും. ചെറിയ 2 വാക്കുകൊണ്ട് ഇത് എന്തായാലും മലയാളത്തിൽ പറയാൻ കഴിയില്ല. അതാണ് അറബിയുടെ പ്രത്യേകത. ഇതായതുകൊണ്ടാണ് പഴയ കാല ആൾക്കാർ ഇത് തർജ്ജമ ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഏത്? മനസ്സിലായില്ലേ? തർജ്ജമ ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ ഖുർആനോട് ദേഷ്യം കൊണ്ടല്ല, അതിന്റെ ആ ഗാംഭീര്യത. ഇപ്പൊ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കരുണാകരനും കരുണാനിധിയും പാടെ കൂടിയോ രണ്ടാളും പോയി.
പക്ഷെ റഹ്മാനും റഹീമും വേറെ രണ്ട് സാധനമാണ്. നമ്മളെല്ലാരും നാവിലുണ്ടായാല് പരമകാരുണ്യകനും കരുണാനിധിയും. സത്യത്തിൽ പഴയ അർത്ഥം ഉണ്ടായാല് ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അർ റഹീം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവൻ. ഇതന്നെ ഇതിന്റെ സാധയാണ്. അതിലല്ലേ ഇതൊക്കെ പാടെ എഴുതിണ്ടാക്കാൻ മടിച്ചിട്ടാണ് നമ്മൾ പരമ കാരുണ്യകനും കരുണാനിധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോണേ. അതുകൊണ്ടാണ് അന്നത്തെ ആൾക്കാർ പറഞ്ഞ, അല്ലാണ്ട് ഒരു ഖുർആന്റെ എതിരാളികളൊന്നും ആയിട്ടല്ല. പിന്നെ ഇന്നത്തെ കാലത്തെ തർജുമ ചെയ്യൽ ആവശ്യമാണ്. കാരണം അന്ന് പഠിച്ച മാതിരി പഠിച്ചാൻ ആരും കിട്ടൂല. അന്ന് പഠിച്ച മാതിരി അന്നൊക്കെ ഖുർആനും ഹദീസൊക്കെ ആൾക്കാർ പഠിക്കല് പറഞ്ഞാല് എങ്ങനെയാണ്? ഒരു ഭാഗത്തോട്ട് പോയ ഒരു ഉസ്താദിന്റെ കൂട്ടത്തിൽ അവിടെ പോയാൽ അങ്ങനെ അയാളെ കൂട്ടത്തിൽ അങ്ങനെ പോവുക. 10, 15, 20 കൊല്ലൊക്കെ ഓല കൂട്ടത്തിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യല്? എടുത്തതും എടുക്കാത്തതും ഒക്കെ ഒരേപോലെ ആവുമ്പോഴാണ് ഓദിക്കാൻ വിടല് എന്നാ പറയല്. എന്ത് എടുത്തതും എടുത്ത പാടും എടുക്കാത്ത പാടും ഒരേപോലെ ആവും, നിങ്ങളെ പോലെ ആവുമ്പോന്ന്. മനസ്സിലായില്ലേ? നമുക്ക് എടുത്തു. അതന്ന് പറഞ്ഞത് എന്താണ് പറഞ്ഞാൽ എടുത്തതും ഒരേപോലെ ഉണ്ടാവും, എടുക്കാത്തതും ഒരേപോലെ ഉണ്ടാവും. അത്ര എന്തായിട്ടുണ്ടാവും? അത്ര അതിൽ മഹാറത്തുണ്ടായിട്ടുണ്ടാവും. നമ്മളൊക്കെ ഇപ്പം 8 കൊല്ലം 9 കൊല്ലം അത് കഴിഞ്ഞാൽ എന്തായി? അത് അയാൾ ഫാരിഗായി, അയാൾ സനദായി, അയാൾ മൗലവിയായി. അയാൾ പഠിച്ചാലും തിരക്കില്ല. 8-9 കൊല്ലം അങ്ങനെ കഴിഞ്ഞു എക്സാമൊക്കെ എഴുതി അങ്ങനെ പോയാൽ മതി. അന്ന് എക്സാമും പരിപാടിയൊന്നുമില്ല. അന്ന് എന്ത് ചെയ്യലാണ്? നമ്മളെ ഈ കാലം. അതിന് മുമ്പ് കാലം എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ദർസും കാര്യമൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ ഉസ്താദിന്റെ ഖാദിമായി ഷെയ്ഖന്മാരെ ഖാദിമായിട്ട് വർഷങ്ങളോളം കഴിഞ്ഞു കൂടുമ്പോൾ ഒരു കുറെ കഴിയുമ്പോൾ ഈ പോയിക്കോന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? അന്ന് അത്ര മെനക്കെട്ടിട്ടാണ് ഖുർആനും ഹദീസും ദീനൊക്കെ പഠിക്കല്. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞാല് അവർ ജീവിതത്തോട് കൂടി ഖുർആൻ പഠിക്കലായിരുന്നു. എങ്ങനെ? പ്രാക്ടിക്കലി ആയിട്ട് തന്നെ എന്ത് ചെയ്യും? സഹാബാക്കൾ പഠിച്ച പോലെ പഠിക്കായിരുന്നു. നമ്മളിന്ന് അൽഫാദുകളും അതിന്റെ വിശദീകരണം മാത്രം പഠിക്കുകയാണ്. ജീവിതം വേറൊരു കോട്ട് മാതിരിയാണ്. കോട്ട് എപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ മുട്ടിക്കുന്ന മാത്രമല്ല, എപ്പോഴും എന്ത് ചെയ്യാം? ഊരക്ക. അതേമാതിരിയാണ് നമ്മളെ ദീനിന്റെ അവസ്ഥ. അതുകൊണ്ട് ഖുർആൻ അത് ഭയങ്കര മൂജസായ ജവാമിയുൽ കലിമാണ്. അതുകൊണ്ടാണ് ചെറിയ വാക്കിന് ഇത്ര അർത്ഥം. ഫൽ ഹാമിലാത്തി വിഖറ. വിഖർ എന്ന് പറഞ്ഞ ഭാരം. ഭാരം വഹിച്ചു കൊണ്ടുപോകുന്ന മേഘങ്ങൾ തന്നെയാണ് സത്യം. ഫൽ ജാരിയാത്തി യുസ്റ. ജാരിയാത്ത് എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത്, സഞ്ചരിക്കുന്നത് എന്നർത്ഥം. യുസ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ വന്നിനല്ലേ, സൂറത്ത് തലാഖിലുണ്ട്. എവിടെ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അവന്റെ കാര്യങ്ങളെ അല്ലാഹു എന്താക്കും? എളുപ്പാക്കും എന്ന് പറഞ്ഞു. യുസ്റ ഇതാണ് പറഞ്ഞത്. ഫൽ ജാരിയാത്തി യുസ്റ. നിഷ്പ്രയാസം, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സഞ്ചരിക്കുന്നവ തന്നെയാണ് സത്യം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കപ്പലാണ്. എന്താണ്? ഇപ്പം കാറ്റായി, മേഘമായി, കപ്പലായി. മനസ്സിലായില്ലേ? 3 എണ്ണായി. നിങ്ങൾ ഇങ്ങനെ എത്ര പഠിച്ചാൽ മതി. എന്ത്? കാറ്റ്, മേഘം, കപ്പൽ. ഫൽ ജാരിയാത്തി യുസ്റ. അത് വളരെ നിഷ്പ്രയാസം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബുദ്ധിമുട്ടില്ലാതെ വെള്ളത്തിന്റെ മുകളിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. കാരണം റോട്ടും കൂടെ പോകുമ്പോൾ എന്തുണ്ടാവും? കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അമ്പ്, അത് ഇത്, അങ്ങനെ അതിന്റെ ഒരു മട്ടത്തിന് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു കമ്പിന്റെ കഷ്ണം വെള്ളത്തിൽ കെട്ടിട്ടാല് അങ്ങനെ അടുത്ത് പോവും ഇല്ലേ? ഒരു നീർക്കോലി വേണമായിരി പോവോ? അതാണ് ആണ്ടുപോവാണ് ചെയ്യുക. അത് ആണ്ടുപോവാണ് ചെയ്യുന്നത്. ഈ കപ്പലിന് എത്ര ഭാരം ഉണ്ടാവും? നമ്മളെ ബുദ്ധിക്ക് ഭാരം കൂടുന്നതിനനുസരിച്ച് എന്താവണം? അത് താന്നു പോകണം. ഒരു കമ്പി വെച്ചാൽ അതുകൊണ്ടെങ്കിൽ പിന്നെ 5 കമ്പി വെച്ചാല് ഇപ്പൊ വലിയ വലിയ ബിൽഡിംഗ് പോലെ വലിയ വലിയ കപ്പലുകൾ വല്ലപ്പോഴൊക്കെ അടിപൊളിയൊക്കെ വന്ന അടയലുണ്ട്. ലോകത്ത്
ലോകസഞ്ചാരികൾ കപ്പലിലൂടെ യാത്ര ചെയ്യലുണ്ട് പലപ്പോഴും. കൊച്ചിയിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വന്ന് അണയലുണ്ട്. ഭയങ്കര വലിയ ദുനിയാവിലാകെ പിന്നെ തീരെ ഒഴിവ് കിട്ടാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്താ ചെയ്യലുണ്ട്, ഒരു 5 ദിവസത്തേക്ക് 10 ദിവസത്തേക്കൊക്കെ എന്ത് ചെയ്യണ്ട്, കപ്പലിൽ കയറാന്നൊക്കെ വിചാരിച്ചിട്ട്. അതിലിങ്ങനെ കപ്പലിൽ കയറിയാൽ ഇത് കപ്പലാന്നൊന്നും എന്താവൂല വൈ നമുക്ക് മനസ്സിലാവൂല. അവിടെ ലൈറ്റ്, ഫാന്, കട്ടില്, പിന്നെ ടെന്നീസ് കോർട്ട്, എല്ലാ സാധനവും ഉണ്ടാവുമ്പോൾ നമ്മൾക്കിത് എന്താന്ന് മനസ്സിലാവൂല. അങ്ങനെ പോകുണ്ടാവും, നമ്മളങ്ങനെ കളിക്കുന്നുണ്ടാവും, നമ്മളവിടെ ഇരിക്കുന്നുണ്ടാവും, നമുക്കിങ്ങനെ വർത്താനം പറയാം. നമ്മളെ റൂമിലൊക്കെ ഇരിക്കണമാതിരി ഇങ്ങനെ AC ഉണ്ടാവും, എല്ലാ സൗകര്യം ഉണ്ടാവും. പിന്നെ ആഡംബര കപ്പലാവുമ്പോൾ പിന്നെ പറയും വേണ്ട. മുകളിൽ സ്വിമ്മിംഗ് പൂള്, മുകളിൽ അതിന്റെ ബാക്കിയുള്ള സെറ്റപ്പുകൾ നമ്മളറിയും കൂടിയില്ല. നമ്മൾ കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ എവിടെ ഉണ്ടായിരുന്നു. ക്രൂയിസറുകളുണ്ട്, നൈൽ നദിയിൽ ഉണ്ട്. അസ്വാൻ അണക്കെട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കല് ക്രൂയിസറിൽ പോയി. 3 ദിവസം യാത്ര നൈൽ നദി കൂടെ. സത്യത്തിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ അറിയുള്ളൂ എന്ത് സ്വിമ്മിംഗ് പൂളും ഉണ്ടായില്. അതിൽ ഫുള്ള് വെയിലുള്ള ആളെ കടന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് വെയിലുള്ള ഉള്ളത് ഫുൾ സെറ്റപ്പ്. അർമ്മതിക്കാനുള്ളവർക്കൊക്കെ എല്ലാ സെറ്റപ്പുകളും നമ്മൾ ആരെയും കൂടി ഇല്ല. ഞാൻ ശരിക്ക് എന്താണ് പറഞ്ഞാൽ സ്വർഗ സെറ്റപ്പുകളൊക്കെ തെജ്രീമിൻ തത്തിയല്ലാറൊക്കെ ശരിക്കും ഫീൽ ചെയ്യും. വെയില് ഫുള്ള് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തിന്നാനുണ്ടാവും. ഫുൾ സെറ്റപ്പ് നമുക്ക് ഒന്നും ഫീൽ ചെയ്യൂല. നൈൽ നദി ആവും പ്രത്യേകിച്ച്. മറ്റാണ് കടലിന്റെ ഒക്കെ ഒരു സൈസ് കാറ്റും ഒരു മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാവും ഉണ്ടാവില്ല. അതങ്ങനെ ഭയങ്കര റാത്തായിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ സത്യത്തിൽ ഇത്ര വലിയ ഭാരത്തിനെ താങ്ങിച്ചാണ് ഈ കപ്പൽ എന്ത് ചെയ്യുന്നത്. വളരെ ഇപ്പൊ വലിയ ലോഡുള്ള വണ്ടി പോയാലും കാറ് പോണതും സമായിരിക്കൂല. പക്ഷെ കപ്പല് അതിന്റെ ലോഡ് നമുക്ക് എന്ത് ചെയ്യൂല, ഫീൽ ചെയ്യും. വെള്ളത്തിന്റെ പ്രത്യേകതയാണത്. എന്താ കാരണം? വെള്ളത്തിൽ ഇപ്പൊ ഭയങ്കര കനമുള്ളൊരു സാധനം നമ്മൾ പിടിച്ചാൽ, ഇപ്പൊ വലിയൊരു അമ്മിക്കുട്ടി വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പിടിച്ചാൽ എന്താ ഉണ്ടാകുക? കനം കുറയും. അവിടെ ഈ കപ്പൽ വളരെ സുഗമമായി ഫൽ ഹാമിലാത്തി യുസ്ര അല്ലേ, ഫൽ ജാരിയാത്തി യുസ്ര, ഫൽ ജാരിയാത്ത്. അതിങ്ങനെ തെജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ എന്ന് പറയുന്നുണ്ട്. എന്ത്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ പോണ കാര്യം പറയുന്നുണ്ട് അല്ലാഹു. വഹിയ തെജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. പർവ്വതത്തിന് സമാനമായ തിരമാലകളിലൂടെയാണ് എന്ത് പോണത്? അത് മറ്റേ പരിപാടിയാണ്. ഏത്? ഒന്നായിട്ട് വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാക്കി ആകെ ജൽസലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സുനാമിന്റെ തിരമാലൊക്കെ ഭയങ്കര ഹൈറ്റിൽ ചെയ്യുന്ന പറഞ്ഞത്. അള്ളാഹു താലും പറയാണ് സുനാമി അന്നടിച്ചിന് എന്ന് നൂഹ് നബിന്റെ കാലത്ത്. വഹിയ തെജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. പർവ്വതത്തിന്റെ പോലുള്ള ഇത് അല്ല പറയാണ്. ബാക്കിയൊക്കെ ആര് പറയുന്നതാണ്? പടപ്പുകൾ പറഞ്ഞാണ്. തെങ്ങിന്റെ എത്ര ഉണ്ടായി എന്നൊക്കെ. അത് ചിലപ്പോ കുറച്ചുകൂടെ എന്നൊക്കെ വെച്ചാൽ ചിലപ്പോ എന്താക്കി വരും. ചില ഒരാള് തെങ്ങിന്റെ എങ്ങനെയൊക്കെ ഉണ്ടാവും, ഒരു ഭൗതികരെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് തെങ്ങ് തൈയൊക്കെ. പക്ഷെ ഇത് അള്ളാഹു പറയാണ്, ഇത് കുറക്കാനൊന്നും ഉണ്ടാവില്ല. വയ്യ തെജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. തെജ്രി എന്നാ പറഞ്ഞത്. അതേപോലെ ഫൽ ജാരിയാത്തി യുസ്ര. വളരെ നിഷ്പ്രയാസം, ബുദ്ധിമുട്ടില്ലാതെ. ശരിക്ക് കപ്പലൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വലിയ വെയിറ്റ് ആണ്. ശരിക്കും അത് ആളണം. എന്നാൽ അത് ആളാതെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സംവിധാനമൊന്നുമില്ല. എവിടെ? കടലിന്റെ അടിയിൽ ഉണ്ടോ? കപ്പലിന്റെ അടിയിൽ അങ്ങനത്തെ വലിയ സംവിധാനം ഉണ്ടോ? എന്നാൽ ട്യൂബൊക്കെ കാറ്റൊക്കെ നിറച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു പരിപാടിയില്ല. അതങ്ങനെ അതിന്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിന്. ബസ് ആ ഷേപ്പിൽ എന്ത് ചെയ്യാണ്? പിടിച്ച് നിൽക്കാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത് ഫൽ ജാരിയാത്തി യുസ്ര. പിന്നെ ഫൽ മുഖസ്സിമാത്തി അംറ. വീതിക്കപ്പെടുന്ന, വിഭജിക്കപ്പെടുന്ന കാര്യങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്. അവരാണ് സത്യത്തിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? തീരുമാനം എവിടെ നിന്നുണ്ടാവുന്നുണ്ട്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്. ഭൂമിയിൽ അതിനെ മുഴുവൻ സപ്ലൈ ചെയ്യലും അതിന്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആരാണ്? അതിന്റെ മഴ, അതിന്റെ അളവ്, അതിന്റെ സെന്റിമീറ്റർ, അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. മഴ എത്ര ഉണ്ടെന്ന് നമ്മളെ ആൾക്കാരൊക്കെ കണക്ക് കൂട്ടലുണ്ട്. ഇത് ഇത്ര മീറ്ററിൽ ഇത്ര ഇതിലാണ് പെയ്തത്, ഇത്ര വെള്ളം ഉണ്ടെന്നൊക്കെ. അത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അതിന്റെ അളവിൽ കൃത്യമായി അതിന്റെ അളവ് കൊടുക്കുന്നത്
ഇത്ര സ്ഥലത്തെ മഴ പെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അത് കൃത്യമായി അറിയിക്കുന്നത്, അതിന്റെ അളവ് നിശ്ചയിക്കുന്നത് ആരാണ്? മലക്കുകളാണ്. കൊണ്ടോട്ടി ഭാഗത്ത് മഴ ഉണ്ടാവും, അപ്പോൾ മലപ്പുറത്ത് ഉണ്ടാവില്ല. അങ്ങനെ കണ്ടില്ല നിങ്ങൾ? ചിലപ്പോൾ ചെറിയ വ്യത്യാസത്തിലുണ്ടാവും, ചെറിയ വ്യത്യാസത്തിൽ. ഒരിക്കലും ഞാൻ ഫറോക്കോളയിലേക്ക് എന്തൊരു ആവശ്യത്തിന് പോവാണ്, ആ ഒരു ബൈക്കുമ്പോൾ പോവാണ്. അപ്പോൾ ആ കാരാട് കയറ്റങ്ങനെ കയറിയിട്ട് ആട് മഴയെടുപ്പ് തുടങ്ങി. കാരാട് കയറ്റാൻ തോന്നുന്നുണ്ട്. അങ്ങനെ കയറുമ്പോൾ ഒരു മഴയെടുപ്പ് പെയ്ത് അവസാനം വേഗം ഓടിച്ചിട്ട് ഒരു ബസ് സ്റ്റോപ്പ് കയറി നിന്നു. പിന്നെ അങ്ങനെ ഒരു വളവാണ്, അപ്പോൾ അങ്ങനെ പെയ്യുണ്ട്. അപ്പോൾ ഏതായാലും അവിടെ കയറി നിന്നു. ശക്തമായ മഴയൊക്കെ പെയ്തു. ഒരു 10-25 മിനിറ്റ് അവിടെ കുടുങ്ങി. പിന്നെ ഉണ്ടാവുമല്ലോ ഒരു ചെറിയ ചാറ്റലിങ്ങനെ. ശരിക്കും നമ്മൾ വരുമ്പോൾ ആ ചാറ്റലേ ഉള്ളൂ. പിന്നെ സ്ട്രോങ് ആവും വിചാരിച്ച് നമ്മളവിടെ കയറി നിന്നാണ്. പിന്നെ കുറേ നേരം കാത്തുക്കുമ്പോൾ പിന്നെ ആ മഴ എന്താവും, പിന്നെ അങ്ങനെ ചെറുതായിട്ട് വരുമ്പോൾ ആ മഴ താറീന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇറങ്ങും. കാരണം കുറേ നേരം നിന്നല്ലേ. അങ്ങനെ നമ്മൾ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പം ഏകദേശം ഒരു 50 മീറ്റർ ആ വളവട് കഴിഞ്ഞപ്പോൾ മഴയില്ല. മഴ എന്ന് പറഞ്ഞാൽ റോഡിന് ഇങ്ങനെ അവിടെ മുറിച്ചിന്. അതിന്റെ അപ്പുറത്തേക്ക് മഴയില്ല, പാറ്റിട്ടും കൂടിയില്ല. 50 മീറ്റർ ആ വളവ് നമുക്ക് നേരെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ പോയിണ്ടാവും. 20 മിനിറ്റ് പോയി. മനസ്സിലായില്ലേ? അന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, പടച്ചോനത് ഇങ്ങനെ ഓരോ ഏരിയക്ക് ഇങ്ങനെ അളന്ന് മുറിച്ച് റോട്ടുമലാണ് നമുക്ക് വേഗം അതെന്ത് ചെയ്യാം, അതിർത്തി അറിയാം. ഇത് ഇത്ര ഏരിയയാണ്. ഇത് വിഭജിക്കപ്പെടുന്നുണ്ട്. ലോകത്തൊന്നും അറിയാതൊന്നും സംഭവിക്കില്ല. കാറ്റിന് സ്പീഡ് ഇടുന്നുണ്ട്. നമ്മളിപ്പം നമ്മളെ ഈ ഫാനിനൊക്കെ റിമോട്ട് ഉണ്ടാവും, 2, 3, 4, 5, പിന്നെ ബൂസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിൽക്കുന്നതിനനുസരിച്ച് ഇത് ഭയങ്കര, ഈ ഫാൻ മാത്രം ബൂസ്റ്റ് ആക്കണേ, ആ മാത്രം ബൂസ്റ്റ് ആക്കാം. അങ്ങനൊക്കെ ചെയ്തിട്ട് ഭയങ്കര സ്പീഡ് കൂട്ടാം. ഇതേപോലെ കാറ്റുകളൊക്കെ ഓരോ ഏരിയക്ക് ഇതൊക്കെ വിഭജിക്കപ്പെടുകയാണ്. അല്ലാതെ അങ്ങോട്ട് ഇതാക്കല്ല. ഇതിനൊക്കെ ആരുണ്ട്? മലക്കുകളുണ്ട്. മലക്കുകളുണ്ട്, എല്ലാത്തിനും മലക്കുകളുണ്ട്. ദുനിയാവിന്റെ ഒരു വലിയ ക്രഷറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 10, 25, 30, 50 ഒക്കെ വലിയ ക്രഷറൊക്കെ ആണെങ്കിൽ 50 ആളൊക്കെ പണിയെടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പിന്നെ അത് കൂട്ടാൻ, കുറക്കാൻ, അവിടെ തിരിച്ചാൻ, ഇവിടെ തിരിച്ചാനൊക്കെ എന്ത് വേണ്ടി വരും? ആളുകൾ വേണം. ആളുകളാണ് ഒക്കെ ചെയ്യല്. വലിയ പണിയൊന്നും എടുക്കണ്ട, പക്ഷെ അതിന്റെ ഓരോ വാൾവ് തിരിക്കല്, ബട്ടൺ അമർത്തല്, പരിപാടിയൊക്കെ നടത്തണം. ഇതേപോലെ ഇവിടെ നടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എന്നും രാവിലെയും വൈകുന്നേരം ഉച്ചക്കും എല്ലാം എന്തൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഫുള്ള് വീതം വെക്കപ്പെടുന്നത് ആരാണ്? മലക്കുകൾ. മലക്കുകളില്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂല, ഒരു പരിപാടി നടക്കൂല. ഫുള്ള് കാര്യങ്ങൾ നടത്തുന്ന ആളാരാണ്? അല്ലാഹു തആല മലക്കുകൾ വഴി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കാൻ. ഫൽ മുഖസ്സിമാത്തി അമ്ര എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെറുതെ ഉണ്ടാവുന്നല്ല. ഇതിനൊക്കെ പിന്നിൽ എന്തുണ്ട്? ഒരാൾക്ക് എത്ര റിസ്ക് വേണം, അയാൾ കൃത്യമായ റിസ്ക് കൊടുക്കണം. റിസ്ക് കഴിഞ്ഞാൽ അതിന്റെ കാര്യത്തിൽ തർത്തീബ് ആക്കണം. അതാരാ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് എത്ര വെള്ളമുണ്ട്, എത്ര പഞ്ചസാരണ്ട്, എത്ര ഇതിന്റെ ഒക്കെ ഫുള്ള് തീരുമാനമായതാണ്. ഈ തെങ്ങുമേൽ എത്ര തേങ്ങ ഉണ്ടാവണം, അത് തീരുമാനമായതാണ്. അതൊക്കെ അതിൻ്റെതായ അവസ്ഥയിൽ നടപ്പിലും കൂടി ആക്കണം. വിധിക്കല് ഒരു കാര്യം, പിന്നെ നടപ്പിലാക്ക. പഞ്ചായത്തിൽ നിന്ന് എന്താക്കും? പാസ്സാക്കും. പക്ഷെ അത് നടപ്പിലാക്കാൻ അതിന് കോൺട്രാക്ടർമാര്, അതിന്റെ ബാക്കിയുള്ള ആൾക്കാർ ഓരൊക്കെ വേണം. നമ്മൾ തന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരു കാര്യം 6 മാസം കൊണ്ട് ഈ ബിൽഡിംഗ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് 1.5 കൊല്ലം. അങ്ങനെയൊക്കെ ആവും. അതിന് പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അല്ലാഹു തആല തീരുമാനിച്ച ഒരു കുട്ടിക്ക് കണ്ണുകൊടുക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ 1.5 കൊല്ലം നമ്മളൊക്കെ ഏൽപ്പിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുക. 1.5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പെരയിലൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പിന്നെ അന്ന് തരാനുള്ള കണ്ണിഞ്ഞ് തൽക്കാലത്ത് വെച്ചോളി പറഞ്ഞിട്ട് അതൊന്നുമില്ലല്ലോ. അതൊക്കെ കൃത്യസമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഫിറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട്, കുട്ടി എന്താ അവസ്ഥ എന്നൊക്കെ ഇപ്പം 2 മാസം ആകുമ്പോഴോ 1 മാസം ആകുമ്പോഴൊക്കെ ആരറിയുന്നുണ്ട്? ഡോക്ടർമാരറിയുന്നുണ്ട്. മിഷനറി ഉപയോഗിച്ചിട്ട് മിടിപ്പ് കുറവാണ്, ഹെൽത്ത് കുറവാണ്. ആർക്കൊക്കെ 2 മാസമായത്, 1.5 മാസമായതൊക്കെ, 3 മാസമായത്, 4 മാസമായതൊക്കെ. പിന്നെ അബോർഷൻ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ അതിനെ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഫുള്ള് വളർച്ചയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വളർച്ചയും ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിനെ നടപ്പിലാക്കുന്ന ഒരു വിഭാഗം, വലിയ ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്. ആരുത്? അതാണ് ഫൽ മുഖസ്സിമാത്തി അമ്ര എന്ന് പറഞ്ഞത്. ഫുള്ള് മലക്കുകളെ നമ്മൾ പലപ്പോഴും കാണാറില്ല. അതുകൊണ്ടാണ് നല്ല മനുഷ്യൻ മരിക്കുമ്പം നഹ്നു ഔലിയാവുക്കും ഫിൽ ഹയാത്തി ദുന്യ, ദുന്യാവിന്റെ ജീവിതത്തിൽ നിങ്ങളെ കൂട്ടുകാരായിരുന്നു ഞങ്ങളെന്ന് നമ്മളിപ്പോ കാണുന്നുണ്ടോ? പക്ഷെ നമ്മളെ കൂട്ടുകാരാണ്. നമ്മൾ പലപ്പോഴും തിന്മക്ക് നിൽക്കുമ്പോൾ നമ്മളെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഏതെങ്കിലും ഉയർത്തൊക്കെ കടത്തിനെങ്കിൽ അത് താഴ്ത്തേക്ക് വീണാൽ മിക്കവാറും കുട്ടിയെ കുത്തു പറ്റില്ല.
സത്യത്തിലായിട്ടുള്ള തല എന്നൊക്കെ പറഞ്ഞത് നെക്കിയാൽ തന്നെ എന്തായി പോവും, അങ്ങനെ ഇതാവും. പക്ഷെ ആ കുട്ടിക്കൊന്നും മിക്കവാറൊന്നും പറ്റാതെ രക്ഷപ്പെടും. കാരണം അതിനൊക്കെ താങ്ങിയിട്ട് എന്ത് ചെയ്യലാണ്, അടുത്ത ആഴത്തേക്ക് വെക്കലാണ് കുട്ടികളൊക്കെ. അപ്പൊ ഫുള്ള് ഒരത് വിട്ടിയില്ല, കമ്പനി എന്ത് ചെയ്തിട്ടില്ല, ഗ്യാരണ്ടി എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് ആർക്ക്, കുരുത്തക്കെട്ട് തുടങ്ങുമ്പോഴാണ് പിന്നെന്തായാലും മലക്കുകൾ ഒഴിവാക്കി പോലെ. ബാക്കി കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആരുണ്ടാവും, അമ്മാരമ്മാര് ചാട്ടാ ചാടല്. ഇപ്പൊ നമ്മൾ ഒരു കാണിക്കണമൊക്കെ കണ്ടായി നമ്മൾക്കിങ്ങനെ എന്താവും, ബേജാറ. കുട്ടിയൊക്കെ ഒരു ബോധമില്ലാതെ മരത്തുമ്പോ കയറലും അവിടെ ചാടലും. ഇവിടെ ഇപ്പോഴുള്ള കുട്ടികളൊന്നുമില്ല, പഴയ കാലത്തെ കുട്ടികളൊക്കെ ഫുള്ള് എങ്ങനെ രക്ഷപ്പെട്ടു പോയത് എന്നൊക്കെ ആലോചിച്ചൊക്കെ. ഒരു ഭാഗത്ത് തോട്, ഒരു ഭാഗത്ത് പോയ, ഒരു ഭാഗത്ത് റോഡ്, ഈ മരങ്ങൾ, ഇതിന്റെ ഒക്കെ ഇടയിൽ നിന്നാണ് ഈ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടെന്ന്. ഇപ്പൊക്കെ ഫുള്ള് പെരന്റെ ഉള്ളിലായിട്ട് തന്നെ കയറുമൽക്ക് കയറാണ്. എന്തുമക്ക് കയറ്, ചെറിയ ചെക്കന്മാരൊക്കെ കയറെടുക്കൽ കഴിഞ്ഞു. ചെറിയ ചെറിയ കാര്യത്തിന് മൊബൈൽ കൊടുക്കാക്കുക, ചാനൽ മാറ്റിയതിന് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, തൂങ്ങി വെച്ച. അന്നൊക്കെ ആണെങ്കിൽ വാപ്പാര ഒറ്റ അടി ഉണ്ടാൽ തന്നെ എന്താവും ഏതോ തോട്ടിലൊക്കെ പോയി ചാടി ഇതാണ്. പക്ഷെ അന്നത്തോനൊന്നും ഒന്നും ചെയ്യൂല, അന്നത്തോനൊന്നും അത് ചെയ്യൂല. അന്ന് കുട്ടികളൊക്കെ ഈ കോലത്ത് വന്നു. അതുകൊണ്ട് സത്യത്തിൽ മലക്കുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്, അവരാണ് വീതം വെക്കുന്നത്. അതുകൊണ്ടാണ് നഹ്നു ഖസംന ബൈനഹും മഈശതഹും എന്ന് ഖുർആൻ പറഞ്ഞത്. ഇത് ഖുർആനാണ്. നഹ്നു ഖസംന ബൈനഹും മഈശതഹും, അവരുടെ മഈശത്തിനെ നാം അവരുടെ വീതം വെച്ചിട്ടുണ്ട്. മനസ്സിലായിനോ? മഈശത്തിന് എന്താക്കിന് വീതം വെച്ച്. ഇപ്പൊ ഒരു ഷട്ടർ റൂമിൽ ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല ഞെരുങ്ങി ടൈറ്റാക്കി സാധനം വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. അവന് കച്ചവടമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഒരു 10,000 റുപ്യൊക്കെ എന്തുണ്ടാവും, ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 2,000 റുപ്യൊക്കെ ലാഭം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഓനിങ്ങനെ തോന്നി 2 മുറിയും കൂടി എടുത്തിട്ട് ഒരു 3 മുറിന്റെ ഷട്ടറൊക്കെ ആക്കിയിട്ട് ഭയങ്കര കച്ചവടമൊക്കെ ചെയ്ത് 3 പണിക്കാരൊക്കെ വെച്ച് ലാസ്റ്റ് കണക്കൂട്ടി എന്നാൽ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇത്ര ഉണ്ടായ കണക്കൊക്കെ കിട്ടി, പണിക്കാരെ കൂലി, റൂമിന്റെ വാടക, കറണ്ടിന്റെ ബില്ല്, എസിന്റെ അത് കണാപ്പും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കണക്കൂട്ടുമ്പോൾ 2,000 റുപ്യ. സത്യത്തിൽ ഓന്റെ കിസ്മത്ത് എത്രയാണ്? ഓനാ 2,000ന്റെ മൈസത്തിന്റെ ആ വഴികളാണ് അല്ലാഹു തുറന്നത്. ചിലർ വലിയ കച്ചവടം തുടങ്ങിയിട്ടുണ്ടാവും, എന്നാലും ഓനക്ക് അത്രേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ മുഖസ്സിമാത്തി അമ്ര എന്ന് വിചാരിച്ചത് എന്തിനാണ് അള്ളാഹ് പറഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ ഇടപാട് ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ സെറ്റപ്പും സാമർത്ഥ്യവും കഴിവുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. അല്ല, ഇവിടെ വീതം വെക്കാനൊക്കെ എന്തുണ്ട്, ആൾക്കാരുണ്ട്. ഫൽ മുഖസ്സിമാത്തി അമ്ര ഇന്നമാ തുഅദൂന ലസാദിഖ്, നിങ്ങളോട് വാഅദ ചെയ്തത് അതെന്താണ്? വാഗ്ദത്തം ചെയ്ത് നബിമാര് വന്നിട്ട് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടാവും, ഇവിടെ നന്മ ചെയ്തോളൂ ഇല്ലെങ്കിൽ നരകത്തിലാവുന്നൊക്കെ പറയുമ്പം എന്ത് ചെയ്യാ, ഓരെ ഞെട്ടിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം നിരികളൊക്കെ പറയല്ലോ, അങ്ങനെ പറഞ്ഞ മാതിരി ഇവരെല്ലാവരും കൂടെ കൂടി നബിതങ്ങളെയും ബാക്കിയുള്ള നബിമാരെല്ലാവരും മേത്തുക്കും ചാടിക്കേറും. ആഖിറത്തിനെ പറ്റി പറഞ്ഞവരുടെ മേത്തുക്ക് എല്ലാവരും കയറും. കാരണം അത് കാണാനില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല ഇതൊക്കെ സത്യം, ഇതൊക്കെ ഉണ്ടല്ലോ. ഏത്? കാറ്റുണ്ട്, പിന്നെ മേഘങ്ങളുണ്ട്, പിന്നെ കപ്പലുണ്ട്, പിന്നെ വീതം വെക്കുന്ന മലക്കുകളുണ്ട്. ഇതൊക്കെ വീതം വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ ഇനിയിപ്പോ നിങ്ങൾ കാണാത്ത ആ സാധനം ഇന്നമാ തുഅദൂന ലസാദിഖ്, ലസാദിഖ് അത് എന്താണ്? സത്യമാണ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടത്. വഇന്നദ്ദീന ലവാഖിഅ, ന്യായ വിധി നടത്തുന്ന ദിവസം അത് ഉറപ്പായിട്ടും വാഖിഅ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നതാണ്. അതിൽ എന്തില്ല, സംശയമില്ല. പ്രതിഫലം നൽകുന്ന നാള് അല്ലെങ്കിൽ ന്യായവിധി നടത്തുന്ന ദിവസം ഉണ്ടെന്ന് മനുഷ്യർക്ക് വിശ്വാസമില്ലായിട്ടാണ് മനുഷ്യർ തോന്നിയാസികളാകുന്നത്. മനുഷ്യർ തോന്നിയാസികളാകുന്നതിന്റെ കാരണം എന്താണ്? അതിൽ യഖീനില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ ചെയ്യുന്ന യഖീനില്ലാത്തവർക്ക് മറ്റവർക്ക് ഈമാനും ഇല്ല. നമുക്ക് എന്തുണ്ട്? ഈമാൻ ഉണ്ട്, എന്തായിട്ടില്ല? യഖീനായിട്ടില്ല. മറ്റവർക്ക് ഈമാനേ ഇല്ല, അതിൽ വിശ്വാസമേ ഇല്ല. നമുക്ക് വിശ്വാസം ഉണ്ട്, പക്ഷെ എന്തായിട്ടില്ല? യഖീനായിട്ടില്ല. വബിൽ ആഖിറതി ഹും യുഅ്മിനൂൻ, അങ്ങനെ പിന്നെന്താ? യൂഖിനൂൻ എന്നാണ്. ആഖിറത്തിന്റെ കാര്യത്തിൽ യഖീൻ ഉണ്ടാവണം, യഖീൻ ഉറപ്പുണ്ടാവണം. ആഖിറത്തിന്റെ കാര്യത്തിൽ യഖീൻ എന്ന് പറഞ്ഞ സാധനം ഒരു വേറെ സാധനമാണ്. ഒരാൾ ഭയങ്കര ഷൂട്ടറാണ്, നല്ല കറക്റ്റ് പോയിന്റൊക്കെ ഷൂട്ട് ചെയ്യും, അങ്ങനത്തെ അറിയപ്പെട്ട ആളാണ്. തീപ്പെട്ടിയൊക്കെ തീപ്പെട്ടി സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ സ്റ്റാമ്പിന്റെ സെന്ററിൽ എന്ത് ചെയ്യും?
ഷൂട്ട് ചെയ്യും. അങ്ങനത്തെ സെറ്റപ്പ് ആളാണ്. അങ്ങനെ ഒരാളെ തലയിൽ ഒരു ആപ്പിൾ വെച്ച് കൊടുത്തിട്ട് ആപ്പിളിന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓനോട് അവിടെ നിന്ന് കൊടുക്കുക. എന്നിട്ട് ആപ്പിളിന് ഷൂട്ട് ചെയ്യണം. എന്താ പറയാ, നമുക്കൊരു കല്ലുമ വെക്കാറ്. പറയുമ്പോ സാർപ്പ് ഷൂട്ടർ, എന്ത് സാർപ്പായാലും തിരക്കില്ല, ഭാഗ്യപരീക്ഷണത്തിന് ഞമ്മല്ല എന്നറിയാം. അതിന്റെ പേരാണ് യക്കീൻ. യക്കീനായാൽ നിന്ന് കൊടുക്കും. മറ്റൊക്കെ വിശ്വാസമൊക്കെ റെഡി തന്നെയാണ്. പക്ഷെ ഇത് വേണ്ട, അഥവാ കൊണ്ടാലോ നിൽക്കും. ഇതേപോലെ ആഖിറത്തിൽ യഖീൻ ഉണ്ടാവണം. അപ്പോഴേ മനുഷ്യന്റെ നന്മകളും അവസ്ഥകളൊക്കെ നന്നാവുള്ളൂ. ഇന്ന് നമുക്ക് ആഖിറണ്ട്, നമുക്കറിയാം, നന്മ ചെയ്ത കൂലി ഉണ്ടെന്ന് അറിയാം, തിന്മ ചെയ്ത ശിക്ഷ ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്താ വെച്ചില്ല, യക്കീൻ. അതുകൊണ്ടാണ് മറ്റവനെ പറ്റിക്കണത്, മറ്റവനെ വഞ്ചിക്കണത്, മറ്റവനെ ചതിക്കണത്, പൈസ അങ്ങനെ കൊടുക്കാത്തത്, അപരാധം പറയുന്നത്, പാര വെക്കണത്, പിന്നെന്തൊക്കെയാണ് ഇങ്ങനത്തെ കുറേ പരിപാടികൾ. ഡെയിലി രാവിലെ എണീച്ച് നല്ല കുപ്പായിട്ട് വന്നിട്ട് ചിലകളൊക്കെ പറ്റിക്കാനായിട്ട് വരുന്ന ടൈയൊക്കെ കെട്ടിയിട്ടാണ്, വലിയ വണ്ടിയൊക്കെ ആയിട്ട്. ഓനറിയാം പെരേന്ന് ഇറങ്ങുമ്പോ തന്നെ എന്തുവായി എന്ത് ചിലവർ വലിയ വലിയ ബെൻസ് കാറൊക്കെ കൊണ്ടെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആളെന്ന് കുറച്ച് 5 ലക്ഷമൊക്കെ ചോദിച്ചാൽ പിന്നെ ഇവനൊക്കെ ചിന്തിക്കൽ തന്നെ. 1 ലക്ഷം ചോദിച്ചു, 50,000 ചോദിച്ചു, ഒന്നുമില്ല അവന്റെ വണ്ടിയെങ്കിലും കൊണ്ടുവരില്ലെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വണ്ടി കൊണ്ടുവരുന്നത് തന്നെ അതിനാണ്. അങ്ങനെ പറ്റിക്കാനായിട്ട് കുപ്പായം മാറ്റി ഇറങ്ങാം. പോക്കറ്റ് അടിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പോക്കറ്റ് അടിക്കുന്ന ആൾക്കാർ രാവിലെ ഇറങ്ങണ എന്തിനാണ്? പോക്കറ്റ് അടിക്കാനാണ് ഉറപ്പായിട്ടും. ഞാനൊരിക്കലും മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോവാണ്. അപ്പം എൻ്റെ കൂട്ടത്തിലൊരു കൂട്ടുകാരുണ്ട്. വണ്ടിയിൽ അവിടെ കോഴിക്കോട് കൊടുക്കേണ്ട ഒരു പൈസ ഉണ്ട്. അപ്പോൾ ഓൻ പറഞ്ഞു ഇജ്ജ് വെച്ചോ എന്നാണ്. ഞാൻ പറഞ്ഞു ഇജ്ജ് വെച്ചോ, ഇവിടെ ഇരുന്നോ, നോക്കണ കാര്യം ഞാനായിക്കോളാറിന്. അങ്ങനെ ഓനാട് സൈഡിൽ ഇരുത്തി, ഞാൻ അവൻ്റെ സൈഡിൽ നിന്നു. വേറെ അപ്പുറത്തെ ഒരാളുണ്ട്, പോക്കറ്റ് അടിച്ചിട്ട് നോക്കാനാണ് ഞാൻ ഇരിക്കണേ. അങ്ങനെ അവൻ വട്ടാമ്പയിൽ ഇറങ്ങി പോയി. പിന്നെ വട്ടാമ്പയിൽ നിന്ന് പിന്നെ നമ്മളെ 2ാം ഗേറ്റിന്റെ അടുക്ക് എത്ര സ്ഥലമല്ല, ആകെ കുറച്ച് റെയിൽവേ സ്റ്റേഷൻ, അത് PVS ജംഗ്ഷൻ, പിന്നെ അത് കഴിഞ്ഞ് 3 സ്റ്റോപ്പേ ഉള്ളൂ. അപ്പൊ ഇതിനടത്തും. അപ്പൊ ഞാൻ ഈ നോട്ടത്തിൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഓൻ വട്ടാമ്പയിൽ ഇറങ്ങിയെങ്കിൽ പിന്നെ ഞാൻ നോട്ടം നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരാൾ ഇറങ്ങുമ്പോൾ അയാളെ ഇതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ ഇറങ്ങുകയാണ്, ബാക്ക് സീറ്റിൽ നിന്ന് ഒരാൾ കീശന്ന് പൈസ വലിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാണ്. അതിൽ ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞു ഇതാ നിങ്ങളെ പൈസ വലിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൽ അയാൾ പിടിച്ച് ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഒരാളോട് ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾ വിചാരിച്ചത് ഇയാൾ പൈസ എന്റെ പോക്കറ്റിൽ നിന്ന് വലിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അടുത്തുള്ള ആളോട്. ഇയാളെ ശ്രദ്ധിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് മനസ്സിലായി. അപ്പൊ അയാൾ ഇവിടെ ഇറങ്ങി, സിറ്റി സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പൊ ഞാനും അവിടെ തന്നെ ഇറങ്ങണേ. അപ്പൊ അയാൾ വിചാരിച്ചു ഞാൻ അയാളെ പിന്നാലെ ഇറങ്ങിയതാണ്. അയാളൊരു പോക്കുയിന്, പെരുമ്പോക്ക്. ഞാൻ പള്ളിക്കും പോയി. പിറ്റേന്ന് രാവിലെ പാളയം സ്റ്റാൻഡിൽ നമ്മൾ സാധാരണ ഒരു തിങ്കളാഴ്ച ദിവസം മറ്റാണ് മുലാഖാത്തിന് പോലുണ്ട്, എല്ലാ തിങ്കളാഴ്ച പാളയം സ്റ്റാൻഡിൽ. അപ്പം പാളയം സ്റ്റാൻഡിൽ മുലാഖാത്തിന് പോയപ്പോൾ അപ്പൊ ഇയാളെ ഞാൻ ശ്രദ്ധിച്ചിനല്ലോ. പിറ്റേന്ന് രാവിലെ വേറൊരു കുപ്പായി ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ട് ആ പാളയം സ്റ്റാൻഡിന്റെ ആ ഇരിക്കുന്ന തിണ്ണമ്മൽ അയാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് രാവിലെ എന്ത് ചെയ്യാണ്, ഓഫീസിക്ക് പോണായിരി, പീടിയെടുക്കാൻ പോണമായിരി എന്ത് ചെയ്യാണ്, രാവിലെ തുണിപ്പാക്ക മാറ്റി ഇങ്ങനെ വരികയാണ്. എന്നെ കണ്ടപാടെ അയാൾക്കും കത്തി, അയാൾ വേഗം ഇങ്ങനെ പോയി. എന്റെ കൂടെ മുലാഖാത്തിന്റെ ആളോട് ഞാൻ പറഞ്ഞു അയാൾ ഇങ്ങനെ ആളാണെന്ന്. എന്നുവെച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ ഇതിനൊക്കെ വരുന്നുണ്ട്. എന്താണ് പറഞ്ഞാൽ കിയാമനാളുണ്ട്, പ്രതിഫലമുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ എന്തായിട്ടില്ല, ബോധ്യമായിട്ടില്ല. ബോധ്യമാവുമ്പോഴാണ് മനുഷ്യർക്ക് അതിന്റെ കാര്യത്തിൽ എന്തുണ്ടാകുക, അതിന് ശ്രദ്ധ ഉണ്ടാകുക. ചില ആൾക്കാർ കടം വാങ്ങലുണ്ട്, കൊടുക്കണ്ടെന്ന് വെച്ചാലാണ് കടം വാങ്ങണമെങ്കിൽ അയാൾ കടം വാങ്ങാൻ അയാൾക്ക് യാതൊരു മടി ഉണ്ടാവില്ല, കിട്ടണോടൊക്കെ വാങ്ങും. പക്ഷെ കൊടുക്കണം എന്ന് വിചാരിച്ച ആളാണെങ്കിലോ അയാൾ 2000 ചോദിച്ചു, ഇല്ല 1000 റുപ്യ ചോദിച്ചു. അപ്പം അയാൾ നോക്കുമ്പോൾ അയാളിൽ എത്രയേ ഉള്ളൂ, 2000 നോട്ടുകൾ. എന്നാൽ 1000 വെച്ചോല്ല, തീരുമാനം 2000 തന്നായിരം വേണ്ടാറ്. കൈമ കൊണ്ടായ പിന്നെ അത് അയാളുടെ ചെലവായി പോകും. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ചില്ലറാക്കിയിട്ട് 1000 എടുത്തിട്ട് ബാക്കി 1000 ഇങ്ങോട്ടന്നെ തരും. എന്താ പറഞ്ഞാൽ അയാൾക്ക് ഇത് എന്തിനുള്ളതാണ്, മടക്കി തരാനുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതേപോലെ ആഖിറത്തിൽ പ്രതിഫലം ഉണ്ടാവും, ശിക്ഷ ഉണ്ടാവും എന്ന് ബോധ്യം ഉണ്ടാവുമ്പോഴേ തിന്മയെന്ന് ആൾക്കാർക്ക് മാറി നിൽക്കാൻ ബോധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വഇന്നദ്ദീന ലവാഖിയ, ലവാഖിയ അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. വസ്സമാഇ ദാത്തിൽ ഹുബുക്, വസ്സമാ ആകാശം, ദാത്തിൽ ഹുബുക്
ഹുബുക് എന്ന് പറഞ്ഞാൽ വഴികൾ എന്നർത്ഥം, പദങ്ങൾ. ആകാശത്തിൽ ഒരുപാട് എന്തുണ്ട്? സഞ്ചാര പദങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഒന്നും രണ്ടൊന്നല്ല. ഈ സൂര്യനൊക്കെ പോണ്ടേ? സൂര്യനൊക്കെ പോണം. അപ്പൊ എത്ര വലിയ സഞ്ചാര പദമായിരിക്കും? ഭൂമിന്റെ എത്ര ലക്ഷമാണ്? 13.5. 15.5 എന്ന് പറഞ്ഞാൽ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. ഞാൻ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അളന്നിട്ട് ബാക്കിയില്ല, ഞാൻ കാണിച്ചു തന്നേരം. 13.5 ആൾക്ക് ബാക്കി. അപ്പൊ ഒരു 13.5 എന്നൊക്കെ പറയാണ്. ഭൂമിന്റെ, ഇന്ത്യന്റെ അല്ല. ഭൂമി എന്ന് പറഞ്ഞാൽ വെറും കര മാത്രമല്ലല്ലോ, പിന്നെന്തുണ്ട്? എത്ര ഉണ്ട് കടല്? 3/2 ഭാഗം കടല്, പിന്നെ ഒരു കര. കരയിൽ തന്നെ കുറെ കാടുകൾ. ഇത്ര ഈ വിശാലമായ ഭൂമി 1 10 13 എത്ര? നിങ്ങളതിന്റെ വ്യാപ്തി നോക്കി. അതിനെങ്ങനെ രാവിലെ വൈകുന്നേരം കൊണ്ടെടുക്കണ്ടാര്? അതാണ് പറഞ്ഞത് വസ്സമാഇ ദാത്തിൽ ഹുബുക്. ഹുബുക് എന്ന് പറഞ്ഞ ജം ആണ്, വഴികൾ. ഹുബൈക്കിന്റെ ഇതാണ് ഹുബുക് എന്ന് പറഞ്ഞത്. ജമ്മാണ്, വഴികൾ, മാർഗങ്ങൾ, പദങ്ങൾ, സഞ്ചാര പദങ്ങളുണ്ട്. വസ്സമാഇ ദാത്തിൽ ഹുബുക്. ഹുബുക് വഴികൾ, സഞ്ചാര പദങ്ങൾ, മാർഗങ്ങൾ എന്നൊക്കെ അർത്ഥം. ആകാശത്തിൽ ഇപ്പൊ നമ്മുടെ ഇത്ര വലിയ സൂര്യൻ അത് സഞ്ചരിക്കണം, ചന്ദ്രൻ അത് സഞ്ചരിക്കണം, നക്ഷത്രങ്ങൾ അത് സഞ്ചരിക്കണം. പിന്നെ കാണാത്ത എന്തെല്ലാം ഉള്ളതെന്ന് ഇതൊക്കെ ഇപ്പൊ കുറച്ച് കണ്ട് ഇങ്ങനെ ഒരു ഐഡിയയിൽ പറയാണ്. ഇനി കാണാത്തത് എന്തൊക്കെ ഉണ്ടാവും? ആകാശ ലോകം ഒരു പിടുത്തുമാർക്കും കിട്ടിയിട്ടില്ല. ഒരു പിടുത്തും ഒരു അഡ്രസ്സും കിട്ടിയില്ല. കുറേയൊക്കെ ഇവിടെ ഇങ്ങനെ ആടിമിടൊക്കെ തട്ടി തങ്ങി ഇങ്ങനെ നിൽക്കണ കുറെ അന്താസുകൾ, കുറെ കാൽക്കുലേഷനുകൾ, അത് മാത്രമാണ് നടക്കുന്നത്. ശരിക്കും ആകാശം എന്താന്ന് ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പൊ ഇത്ര വലുതൊക്കെ സഞ്ചരിക്കണം, ഇതിനൊക്കെ ഇന്ധനം വേണം. ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഈ ഫാൻ കറങ്ങണതിന്, ഈ ലൈറ്റ് കത്തുന്നതിനൊക്കെ എന്ത് വേണം? എനർജി വേണം. ഈ ഇത്ര വലിയ സൂര്യൻ പോണെങ്കിലോ അത് അത്ര വെളിച്ചം തരണം. നമ്മളൊക്കെ ഈ ലൈറ്റൊക്കെ കുറെ കാലം കഴിഞ്ഞാൽ എന്താവും? മങ്ങലേൽക്കും. അതൊക്കെ ഗ്ലാസ് അതിൻ്റെ ഒക്കെ ഇതൊക്കെ കുറെ. ഇപ്പൊ സൂര്യനൊക്കെ ഒരു വെളിച്ചം കുറവാന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ആ പഴയ വെളിച്ചൊന്നുമില്ല, ക്ലാരിറ്റി കുറഞ്ഞിന് അങ്ങനെ ഉണ്ടാവും. ഒരു ഐഡിയ ഇല്ല. അതെന്നും അതേമാതിരി എത്ര വലിയ നമ്മൾ ചൂടോട് കൂടുമ്പോൾ പറയുന്നത് എന്താണ് ചൂട് എന്ന് പറയും. തണുത്ത പറയുന്നത് ഓ തണുപ്പാണോ എന്ന് പറയും. മയണെന്ന് പറയും. മനസ്സിലായില്ലേ? മയണെന്ന് പറയും. നമുക്ക് ആകെത്ര പറയേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ആകെത്ര പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇതിന്റെ സൂര്യന്റെ ചൂട് അത് അന്നുള്ള അതേപോലെ ഇന്നും കൊണ്ടെടുക്കണം. എല്ലാ ഇരുട്ടും. ഏതെങ്കിലും പഞ്ചായത്തുകാർ നിവേദനം കൊടുത്തണം നമ്മളെ ഈ ഏരിയ കൂടെ വെളിച്ചം കുറവപ്പം വോൾട്ടേജ് ഒക്കെ കുറവുള്ളതിന് പഴയ കാലത്ത് എന്ത് വരില്ലായി? ചില ഏരിയയിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ട്രാൻസ്ഫോമർ അങ്ങനെ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കുറവാണ്, ആ ഫിലമെന്റ് മാത്രം ഇങ്ങനെ തെളിഞ്ഞിക്കണൊക്കെ കാലം ഉണ്ടായി. എന്നെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു. സൂര്യൻ ഇപ്പൊ ഈ കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിലും ആകെ വളരെ എന്താണ് ഒരു മങ്ങലിലൂടെയാണ് സൂര്യൻ പോണത്. ഇപ്പൊ 2 ആഴ്ച ആയിട്ട് അങ്ങനെ ഉണ്ടാവും എല്ലാ സ്ഥലത്തും. ഇത്ര വലിയ സൂര്യൻ അത് കൃത്യസമയത്ത് സഞ്ചരിക്കുന്നുണ്ട്. 6:16 അല്ലേ? എത്ര? 6:07 അല്ലേ? 17. അതെ 6:17 ഉദയം. കൃത്യമായിട്ട് ഇത്ര വലിയ സാധനത്തിന്റെ കാര്യമായിട്ട് ബസ്സിന്റെ അമ്മയും കൂടി കൃത്യമായിട്ട് പറയാൻ പറ്റൂല. 3:15 അവിടെ വരണ്ടേ, എപ്പോഴാ വരാന്നൊന്നും എന്നല്ല. അങ്ങനെ നമ്മൾ പറയില്ല. ഇത് കറക്റ്റ്. ഈ 20 നമ്മൾ സ്കെച്ചും ചെയ്യും, നമ്മൾ പോവുകയും ചെയ്യും. ഏത് നമുക്ക് സംശയം കൂടി ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ വന്നീണോ കാക്ക എന്നൊന്നും മനസ്സിലില്ല. അതാ കൃത്യസമയത്ത് ഇത്ര ഇതിലിങ്ങനെ പോവുണ്ടെങ്കിൽ എത്ര ഇതേപോലെ എത്രണത്തിനെ കൊണ്ടുപോകണം ആർക്ക്? നിങ്ങളൊന്ന് അള്ളാനെ ആലോചിക്കും. പിന്നെ ആ അള്ളാഹ്ക്ക് നിങ്ങളെ രണ്ടാമതൊന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞത് വലിയ പ്രയാസമുള്ള കാര്യം നിങ്ങൾ വിചാരിക്കണ്ടോ? നിങ്ങളെ കാര്യത്തിൽ നിയമ നടപടി എടുക്കാൻ ഇപ്പം അള്ളാഹ്ക്ക് വലിയ പ്രയാസം ഉണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കണത് എന്നാണ് ആര് ചോദിക്കണത്? അള്ളാഹ് ചോദിക്കണത്. വസ്സമാഇ ദാത്തിൽ ഹുബുക്. പിന്നെ ഇന്നക്കും ലഫീ ഖൗലിൻ മുഖ്തലിഫ്. ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ ലഫീ ഖൗലിൻ മുഖ്തലിഫ്
വിഭിന്നങ്ങളായ വാക്കുകളിലാണ് നിങ്ങളുള്ളത്. അമ്മ യതസാഅലൂൻ, പിന്നെ അനിന്നബഇൽ അളീം, പിന്നെ അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. മനസ്സിലായില്ലേ? അമ്മ യതസാഅലൂൻ എന്താ അതിന്റെ അർത്ഥം? അമ്മ യതസാഅലൂൻ, പിന്നെ അനിന്നബഇൽ അളീം. ഞാനൊരു ഔലി തന്നെയാണ്, അതാ ഞാൻ പറഞ്ഞ നമ്മളെപ്പോലെ എടുത്തതും എടുക്കാത്തതും എന്താണ് ഒരേപോലായി എന്ന് പറഞ്ഞാൽ ഇതിനാണ്. അമ്മ എന്തിനെ കുറിച്ചാണ്? യതസാഅലൂൻ, അവർ പരസ്പരം, യതസാഅലൂൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ചോദിക്കണേനാണ്. യസ്അലൂൻ എന്ന് പറഞ്ഞാലാണ് അവർ ചോദിക്കുന്നത്. യതസാഅലൂൻ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. എന്തിനെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിക്കുന്നത്? അനിന്നബഇൽ അളീം, ഒരു മഹത്തായ വൃത്താന്തത്തെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്, പരസ്പരം സംസാരിക്കുന്നത്. പിന്നെ അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, ആ കാര്യത്തിൽ അവർ ഭിന്ന അഭിപ്രായക്കാരാണ്. അതേ കാര്യം തന്നെയാണ് പറഞ്ഞ അല്ലാഹു തആല. എന്നുവെച്ചാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും, ചിലർ ഉണ്ടാവൂല, ചിലർ അങ്ങനെയാണ്, പിന്നെ വേറെ ജന്മമായി. മനസ്സിലായില്ലേ? മരിച്ചാൽ ഇപ്പൊ നല്ലതൊക്കെ ചെയ്ത് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ എന്താവും? സൂപ്പർ ആളായിട്ട് വരും, അല്ലെങ്കിൽ നായിയാവും. പഴയ നായിയാണ്, അവനറിയില്ല. ഞാൻ അടുത്ത ജന്മത്തിലാണ്ടപ്പം തന്നെ എന്താണ് ആ പേര് മാറ്റണം. നീ എപ്പോഴും ആലോചിക്കല്ലേ? ഏത് ആ നായനെ പറയാൻ ഇത് ശരിയുള്ള കാര്യമല്ല. നായ സൂപ്പർ ജീവിയാണ്, ആൾക്കാരോട് ഭയങ്കര കരുണ കാണിക്കണം. എപ്പോഴെങ്കിലും ഒന്ന് തിന്നാൻ കൊടുത്താലൂടെയും അതിനോടുള്ള നന്ദിയും കൂറൊക്കെ കാട്ടുന്ന ആളാണ് ആര്? നായ. യജമാനു വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്യുന്ന ആളാണ് നായ. എന്നിട്ട് അതിനാണ് ഇപ്പൊ തെറിയായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ മനുഷ്യനെ തെറിയായിട്ട് വിളിക്കും. വേറെ എത്തൊക്കെ സാധനം ഉണ്ട്, അതിനെങ്ങനെ തെറിയായിട്ട് വിളിക്കും? എന്താണ് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ മാത്രമല്ല, ഇവിടുന്ന് പോണോടത്തൊക്കെ ഉണ്ടായി. ഉറുദു നാട്ടിലെത്തി ആരെ ചാരെ കുത്താന്നൊക്കെ വിളിക്കും. കുറച്ചപ്പുറത്തെത്തിയ കെൽബ് എന്ന് വിളിക്കും. ആര്? അപ്പൊ ഇതൊരു കോമൺ ആയത് എന്തോ ഒരു സാധനം ഉണ്ടാവിക്കൂലേ? അതിനെപ്പറ്റി നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്യും. എന്തായാലും അകങ്ങ് ചെയ്യല്ലോ. എന്താണ് നായ എന്നുള്ളത് എല്ലാ നാട്ടിൽ തെറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒന്ന് പഠിച്ചു തരണോ? അതെ, ഇന്നക്കും ലഫി ഖൗലിൻ മുഖ്തലിഫ്, അവർ വിഭിന്നങ്ങളായ വാക്കുകളിലാണുള്ളത്. പിന്നെ യുഫ്കു അൻഹു മൻ ഉഫിഖ് എന്ന് പറഞ്ഞു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇവര് വ്യത്യസ്തമായ അഭിപ്രായമാണ്. എന്തിനെ പറ്റി? പരലോകത്തിനെ പറ്റി. ഉണ്ട് എന്ന് പറഞ്ഞോല്, ഇല്ല എന്ന് പറഞ്ഞോല്. ഉണ്ട് എന്ന് പറഞ്ഞ തന്നെ വേറെ പല കോലത്തിലും നായായിട്ടും മറ്റേതായിട്ടും ഒക്കെ വരും. അടുത്ത ജന്മത്തിൽ ഇത് വേറെ ഏതോ ജന്മമാണ്, അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ എന്നും ഇതിനെപ്പറ്റി എന്തുണ്ട്? ചർച്ച ഉണ്ട്. പിന്നെ യുഫ്കു അൻഹു മൻ ഉഫിഖ്, യുഫ്കു എന്ന് പറഞ്ഞാൽ വഴി തെറ്റിക്കപ്പെടുക. അൻഹു അതിൽ നിന്ന്, മൻ ഉഫിഖ് വഴി തെറ്റിക്കപ്പെടുന്നവരെ, വഴി തെറ്റിക്കപ്പെടുന്നവരെ അതിൽ നിന്നും വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ യുഫ്കു അൻഹു മൻ ഉഫിഖ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഖുർആനാണ് അൻഹു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദമീർ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? അൻഹു എന്ന് പറഞ്ഞു. യുഫ്കു അൻഹു എന്ന് പറഞ്ഞില്ലേ? മൻ ഉഫിഖ് എന്ന് വെച്ചാൽ വഴി തെറ്റിക്കപ്പെടുന്നവർ ആ ഖുർആനിൽ നിന്നും റസൂലിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്? വഴി തെറ്റിക്കപ്പെടുകയാണ്. എന്നുവെച്ചാൽ ആഖിറത്തിലൊരു വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നിബിധങ്ങൾ ദാസങ്ങൾ പറഞ്ഞതിനൊക്കെ എന്താവും? ഖുർആനിനൊക്കെ വഴി തെറ്റിക്കപ്പെടും. ഒരാൾ ഒരു കാര്യം ഇല്ല എന്ന് പറയലോട് കൂടി പിന്നെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യേണ്ടി വരും? നിഷേധിക്കേണ്ടി വരും. ഖുർആനിലുണ്ട് അറിയാം, അപ്പൊ ഖുർആനെ നിഷേധിക്കേണ്ടി വരും. ഹദീസിലുണ്ട് അറിയാം, ആ ഹദീസിനെ നിഷേധിക്കേണ്ടി വരും. ഹദീസിനെ പെട്ടെന്ന് ഇല്ല എന്ന് നിഷേധിക്കണമെങ്കിൽ സഹാബാക്കളെ നിഷേധിക്കേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെ നിഷേധിച്ച് എന്താവും? വഴിതെറ്റി, പിന്നെയും വഴിതെറ്റി, അങ്ങനെ അങ്ങനെ വഴിതെറ്റി പോണ്ടി വരും. എപ്പോഴും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും. ഒരു കളവ് പറഞ്ഞാൽ അതിനെ സത്രീകരിക്കേണ്ടെങ്കിൽ കുറെ കളവരുണ്ട്. ലാസ്റ്റ് എവിടെങ്കിലും പോയിട്ട് അത് പൊളിയും ചെയ്യും. അതുകൊണ്ടാണ് വഴി തെറ്റിയവരെ അതിനെ തൊട്ട് എന്ത് ചെയ്തു? വഴി തെറ്റിപ്പോയി.
ഖുർആനിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ. കാരണം നബിതങ്ങൾ ശാസനങ്ങളുടെ കാര്യത്തിൽ ഓരെന്തൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വഴി തെറ്റിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വഴി തെറ്റിക്കാനുള്ള ഒരു വഴികൾ ആദ്യം തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നിഷേധിക്കും. കാരണം മറ്റേ കാക്കൂല്ലേ, ഏത് ചേകു ആദ്യം പണിയെടുത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം എന്താ പറഞ്ഞാൽ ചേകൂനറിയാം എന്ത്, ഒരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നഊസ് ബില്ലാഹ് കള്ളനാക്കിയാൽ ഏകദേശം 1000 ഹദീസ് എന്താവും അത് പൊളിഞ്ഞിട്ടും. ഒറ്റാളെ ആകത്ര പറഞ്ഞാൽ മതി അബൂ ഹുറൈറ ഇതാണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ദീനിന്റെ നല്ലൊരു ഭാഗം ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്ത ആളാരാണ്? അപ്പൊ അത്ര ഭാഗം പോയി കിട്ടും. ആകെ ഒറ്റ പണിയെടുത്താൽ മതി. അങ്ങനെ ഭയങ്കര ഐഡിയപരമായി ചെയ്യുന്നത്. ഇതൊന്നും യാദൃച്ഛികല്ലോ. ഒരു മൊയ്ലാർക്ക് അങ്ങനെ തോന്നി അയാൾ അങ്ങനെ പറഞ്ഞൊന്നുമല്ല. ഇപ്പോഴും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും യാദൃച്ഛികല്ല. എന്തെല്ലാം സാധനങ്ങൾ വരുന്നുണ്ടോ. ഇപ്പൊ മാർക്കറ്റ് അറിയുന്ന ആളുകൾക്കറിയാം, മാർക്കറ്റിൽ കളിക്കുന്ന ആളുകൾക്കറിയാം ഓരോ സാധനവും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റും അതിന്റെ വേറെ ഐറ്റംസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാത്തിനും ആ കമ്പനി തന്നെ എന്തെടുക്കും, ചിലപ്പം ഒറിജിനൽ കമ്പനി തന്നെ ചിലപ്പോൾ അതിന്റെ ഡ്യൂപ്ലി ഇറക്കും വേറെ പേരിൽ. ഒരേ മാർക്കറ്റിലുണ്ടാവും. ചെറിയൊരു സാധനം, ആ സാധനത്തിന് ഒറിജിനലിന് ഇത്ര ഉറുപ്പ്യ ഉണ്ടാവും, 500 ഉറുപ്പ്യ ആണെങ്കിൽ അപ്പം പീഡിയക്കാരൻ പറയും 300 ഉറുപ്പ്യൊക്കെ കൂടെ സാധനം ആവും, നമ്മളുണ്ട് ഇതാ എന്ന് പറഞ്ഞിട്ടാവും കൊടുക്കും, വേറെ പേരേക്ക് ഉണ്ടാകുക. ഇങ്ങനൊക്കെ പല കളിക്കുന്നത് പോലെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ബുദ്ധി രാക്ഷസന്മാർ അവർ ഈ സോഫ്റ്റ്വെയർ ഒക്കെ കളിക്കുന്ന ആളുകൾക്കറിയാം ഓനെ ഹാക്ക് ചെയ്യാൻ, അതിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള പല സോഫ്റ്റ്വെയർ ആരുണ്ടാക്കുന്നുണ്ട്, ഇവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതിനെ ഹാക്ക് ചെയ്യലും അതിനെ ബ്ലോക്ക് ചെയ്യലും അതിൽ വൈറസ് വിടലും. വൈറസൊക്കെ വിടുന്നത് വേറെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനെ ചെയ്യുന്ന പോലെ ബുദ്ധി രാക്ഷസന്മാർ ഇരുന്നിട്ട് ഇസ്ലാമിന്റെ മേൽ നശിപ്പിക്കാനുള്ള പല പണികളും ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ചെയ്ത വലിയൊരു പരിപാടിയായിരുന്നു ഖാദ്യാനിസം ഉണ്ടാക്കിയത്. ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് വേറെ പൊളിക്കാൻ കഴിയുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, പൊളിക്കണം. അങ്ങനെ ഖാദ്യാനിസത്തിനെ ശരിക്ക് ആസൂത്രിതമായി പടച്ചുണ്ടാക്കിയതാണ്. പക്ഷേ അല്ലാഹു തആല അവന്റെ ഇസ്ലാമിനെ സുരക്ഷിതമാക്കുകയും അതിന്റെ സിസ്റ്റം ഇവർ വിചാരിച്ച സോഫ്റ്റ്വെയർ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നും വൈറസിനൊന്നും അടിക്കാനും ഹാക്ക് ചെയ്യാനും കഴിയാത്തതുകൊണ്ട് അതങ്ങനെ ഡൗങ്ങി പോയിട്ട് ഇപ്പോൾ അവസാനം ഇപ്പം അതിന്റെ കേന്ദ്രം എവിടെ നിന്നായി? എടായി ബ്രിട്ടനിലാണല്ലേ. പഞ്ചാബിൽ നിന്ന് ആണെങ്കിലും ഇപ്പോൾ മെയിൻ കാളിയും കുത്തുബിയൊക്കെ എവിടെ ഉള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് ഇപ്പോൾ എല്ലാ നാട്ടിലേക്കും എന്ത് വരുന്നത്. അവിടുന്ന് അടുത്ത ഇമാം പറഞ്ഞ അവിടുത്തെ എല്ലാ പള്ളിയിലെത്തും. ഷഹിദിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ ഉണ്ടാവുമല്ലോ ഒരാള്, പിന്നെ ഈ ഇലക്ഷന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ എവിടുന്നെങ്കിലും 2-3 ആലിക്കുട്ടിയും പിന്നെ അതിന് വെച്ച ചിഹ്നങ്ങളും. എന്നുവെച്ചാൽ ഈ കമ്മട്ടത്തുള്ളവനൊക്കെ എന്തായി പോണോ, മനസ്സിലായില്ലേ നിങ്ങള്? അപരന്മാര് കണ്ടമാനിറങ്ങും, എവിടുന്നൊക്കെ പിടിച്ചുകൊണ്ടുണ്ടാവും അവനൊക്കെ. എന്നിട്ട് അതേപോലത്തെ ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ടാവും. കണ്ട ആ മങ്ങിയ ചിഹ്നത്തിൽ ഒക്കെ ഒരേ മാതിരി ഉണ്ടാവും. ഇതേപോലെ ഇസ്ലാമിന് ഇങ്ങനെ ഡൂപ്പിറക്കിയതാണ് ഖാദ്യാനിസം. അതേമാതിരി തന്നെ ഇപ്പം അമേരിക്കയിൽ വേറൊരു ടീം ഇറങ്ങിന് ഇസ്ലാമിന്റെ പേരിൽ വേറൊരു നബി ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മുസ്ലിമാണ്. അപ്പൊ ഇനി എവിടുന്നെങ്കിലും മതം മാറി പോകുന്നുണ്ടെങ്കിൽ അയക്കുപോയിക്കോട്ടെ, മനസ്സിലായില്ലേ? അത് ഭയങ്കര ലാവിഷായിട്ട് എപ്പോഴും ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദീനിനെ എപ്പോഴും എന്ത് ചെയ്യണം വൈ ശ്രദ്ധിക്കണം എന്ന്, മനസ്സിലായില്ലേ? അതൊക്കെ അതിന്റെ പിന്നിൽ ഭയങ്കര നിഗൂഢതകൾ ഉണ്ടാവും. ഇസ്ലാം ഫുള്ള് മാറ്റിയില്ലെങ്കിലും അതിന്റെ കുറച്ച് ഭാഗമെങ്കിലും ഒഴിവായി കിട്ടിയാൽ, അതിന് വെള്ളം കയറി കിട്ടിയാൽ പിന്നെ ചക്ക ഫുൾ പാക്കാണ്. പക്ഷെ മഴക്കാലായാല് അതിൽ വെള്ളം ഇറങ്ങി ലൈനൊന്നും നമുക്കറിയില്ല. പക്ഷെ പിന്നെ ആ ചക്ക തിന്നുമ്പോ എന്തുണ്ടാവും? രുചി വ്യത്യാസം ഉണ്ടാവും. ഇതേമാതിരി ക്വാളിറ്റി ഉള്ള ചക്കൻ ആവാഞ്ഞാലും മതി, കുറച്ച് വെള്ളം പുളിച്ചിനെ. അന്നമാതിരി വെള്ളം പുളിയ മുസ്ലിമാണ് ഇപ്പൊ ഒട്ടുമിക്കുള്ളത്. ആ കമ്പനിയിൽ വെള്ളം അടിച്ച് കയറ്റിന് പല ക്വാളിറ്റിയിൽ. അതെങ്കിലത് അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഫണ്ടും സെറ്റപ്പും അവസ്ഥകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇത് നമ്മളെ നാട്ടിൽ നിന്ന് ഉണ്ടായതാണ്, ഇത് ഇവിടെ ഉണ്ടായതാണ്, അവിടെ ഉണ്ടായതാണ്.
അതിൻ്റെയൊക്കെ പിന്നിൽ ആസൂത്രിതമായ ഭയങ്കര കളികൾ ഉണ്ടാവും. നമ്മളെപ്പോഴും വിജിലന്റ് ആയിരിക്കണം. ഈ സോഫ്റ്റ്വെയർ, ഈ പറയുന്ന ആൾക്കാർ മറ്റേ വാട്സപ്പിൽ അല്ലെങ്കിൽ ചാനലില്, പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ വ്ളോഗർമാര്, ആ സാധനങ്ങളൊക്കെ പല അവസ്ഥയിലും പറയുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് തോന്നുന്നു ഇതൊക്കെ ശരിയല്ല ഇസ്ലാം എന്ന്. ബുദ്ധിക്ക് വെച്ചിട്ട് അടിച്ചു തരും. ഇസ്ലാം ബുദ്ധിന്റെ അപ്പുറത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, തുടങ്ങണ തന്നെ. അല്ലദീന യുമിനൂന ബിൽ ഗൈബാണ്. അതുകൊണ്ട് അള്ളയും റസൂൽ സാധനങ്ങൾ പറഞ്ഞ് ആ പക്കയില് നിൽക്കുക, അത് ആട്ടും ഇങ്ങോട്ടും പോകാതെക്കുക. അല്ലാണ്ട് അങ്ങനെയാകപ്പില്ല, എങ്ങനെയാകപ്പില്ല, അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇങ്ങനെയും പണ്ഡിതൻ. ഏതായി പണ്ഡിതൻ? അതുകൊണ്ടാണ് പണ്ഡിതന്മാരിലേക്ക് മടങ്ങുമ്പം മഹാന്മാരായ സഹാബാക്കളിലേക്കും താബികളിലേക്കും മടങ്ങുക. മനസ്സിലാണ് ഞങ്ങൾക്ക് പറഞ്ഞ്. അതുകൊണ്ട് ഇതിലെ വെള്ളം ചേരുന്നത് എന്താണ് ഇസ്ലാമിന്റെ തനിമാന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ബുദ്ധിക്ക് തോന്നും ഇത് കറക്റ്റാണെന്ന് തോന്നും. അതുകൊണ്ട് അവര് ഇസ്ലാമിന് എതിരിൽ എന്നും കളിക്കുന്ന ആൾക്കാർ ഈ കളി അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. യൂഫക് അൻഹുമൻ ഉഫിക് എന്ന് പറഞ്ഞത് വഴി തെറ്റുന്നവർ ആ ഖുർആനിന്നും റസൂലിനൊക്കെ എന്തായി, വഴി തെറ്റിപ്പോയി. പിന്നെ ഖുതിലൽ ഖറാസൂൻ. ഖുതില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ കൊല്ലട്ടെ എന്നല്ല അതിന്റെ അർത്ഥം. എന്താണ് കൊല്ലപ്പെടട്ടെ പറഞ്ഞാൽ? എന്താ ആൾക്കാരൊക്കെ കൊല്ലപ്പെടട്ടെ എന്നോ? അല്ല, അത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രയോഗം മാതിരിയാണ്. ശാപപ്രാർത്ഥന അല്ലേ, ശപിക്കാൻ വേണ്ടി പറയല്ലോ. ഓ എന്തായിപ്പോട്ടെ, നശിച്ചോട്ടെ. അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊരു വാക്ക് പറയലുണ്ട്, അതാണ് ശരിക്കും ഇതിന്റെ അർത്ഥം. ഇത് മുമ്പ് ഒരിക്കൽ വന്നു, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, പിന്നെ അന്നാരി ദാത്തിൽ വഖൂദ്. എന്താ അതിന്റെ അർത്ഥം? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ഓതിയത് ഓതാത്തൊക്കെ ഒരേ മൈദേന്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്. കിടങ്ങിന്റെ ആൾക്കാരെന്താവട്ടെ, നശിക്കട്ടെ എന്നർത്ഥം. അതൊരു പ്രയോഗമാണ് അറബിയിലെ. ഖാതലകല്ലാഹ്, അല്ലാഹ് എന്നെ എന്തേട്ടെ കൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കട്ടെ എന്നൊക്കെ അർത്ഥത്തിൽ. അതാണ് ഇവിടെയും പറഞ്ഞത്. ഖുതിലൽ ഖറാസൂൻ. ഖറാസൂൻ എന്ന് പറഞ്ഞാൽ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഊഹാപോഹത്തിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് ഇങ്ങനെ ഊഹിക്കുക, എന്നിട്ട് അതിനെ അടുപ്പരത്തുക. സത്യമായിട്ട് അതിന് ചിലപ്പം ഒരു ബന്ധുണ്ടല്ലോ. എത്ര ഊഹാപോഹങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്, ഇത്രേ ഊഹാപോഹങ്ങൾ നടക്കുക. അങ്ങോട്ട് വിടുക. കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ, ഈ റമദാനല്ല, അതിന്റെ കൊല്ലത്തെ മുമ്പത്തെ റമദാനിൽ പെറകഡു പറഞ്ഞിട്ട് ഒരിതുണ്ടായി വാട്സപ്പിൽ. കുറെ ആൾക്കാർ നോമ്പൊക്കെ നോറ്റിന്. അപ്പൊ അത് അതിന്റെ മുമ്പുണ്ടായിഞ്ഞ ഒരു വാട്സപ്പിന്റെ ഏതോ ചങ്ങായി നേരത്തെ എന്ത് ചെയ്തതാണ്, വിട്ടതാണ്. അതുകൊണ്ട് ഈ സാധനത്തിനൊക്കെ ഇമാമാക്കിയാൽ ഇങ്ങനൊക്കെ ഉണ്ടാവും. കുറെ ആൾക്കാർ നോമ്പ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നോമ്പ് മുറിച്ച്. അതുകൊണ്ട് ഊഹാപോഹങ്ങൾ ഈ കാലഘട്ടത്തിൽ എളുപ്പമാണ്. ഇവിടുന്ന് വിട്ടാൽ അങ്ങോട്ട് പോവും. അതുകൊണ്ട് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്നവർ. മറ്റു ചില തഫ്സീറുകൾ ഉലമാക്കന്നാൽ കദ്ദാബൂൻ എന്ന് പറയുന്നുണ്ട്. കദ്ദാബൂൻ എന്ന് പറഞ്ഞാൽ കള്ളന്മാർ, കളവ് പ്രചരിപ്പിക്കുന്നവർ, കള്ളന്മാർ കൊല്ലപ്പെടട്ടെ. പിന്നെ അല്ലദീനഹും ഫീ ഗംറത്തിൻ സാഹൂൻ. അല്ലദീനഹും എങ്ങനെയുള്ളവരാണ് അവർ? ഫീ ഗംറത്തിൻ സാഹൂൻ, മണ്ടതയിൽ, വിഡ്ഢിത്തരത്തിൽ എന്ത് ചെയ്യാണ്? വിഡ്ഢിത്തരത്തിന്റെ അശ്രദ്ധയിലാണ് അവരുള്ളത്. മനസ്സിലായില്ലേ? അറിവില്ലായ്മയുടെ അശ്രദ്ധയിൽ ഇങ്ങനെ പോവാണ്. അവർക്ക് അറിവില്ല, ഒരശ്രദ്ധയിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെയുള്ള ആളുകൾ അവർ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടാണ് വലിയ നാശങ്ങൾ ഉണ്ടാകുക. എന്ന് വെച്ചാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നഹും ലഫീ ഖൗലിൻ മുഖ്തലിഫ് എന്ന് പറഞ്ഞോടുത്ത് പറയുന്നത് നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങളെയും അതേപോലെ തന്നെ യുഫകുമൻ അൻഹുമൻ ഉഫിക് എന്നൊക്കെ പറയുന്നത് തങ്ങളെ വ്യാജനാക്കി, തങ്ങൾ സാഹിറാണ്, തങ്ങൾ മജ്നൂനാണ്, തങ്ങൾ പിന്നെ കാഹിനാണ്, തങ്ങൾ ജ്യോത്സ്യക്കാരനാണ്, മാരണക്കാരനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സത്യത്തിൽ എന്താണ്? പറഞ്ഞുണ്ടാക്കുകയാണ്. അതാണ് ഖുതിലൽ ഖറാസൂൻ എന്ന് പറഞ്ഞത്. ഊഹാപോഹങ്ങളുടെ മേലെ അടിച്ചിട്ട് അവിടെ വിടുകയാണ് ഇതൊക്കെ. എന്നിട്ട് ഓർക്ക് ഒരു തെളിവുണ്ടാവില്ല. ഊഹത്തിന് എന്തുണ്ടാവില്ല?
തെളിവുണ്ടാവില്ല. യസ്അലൂന അവർ ചോദിക്കുന്നു അയ്യാന യൗമുദ്ദീൻ എന്നാണ് ആ ന്യായവിധി ദിവസം ഉണ്ടാവല്. മറ്റേത് ഏത് കളിയാക്ക അല്ല, പിന്നെ അത് വന്നില്ലല്ലോ, എല്ലാം പറഞ്ഞു അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വിത്തല കൂടാ. ഇതിന്റെ വിത്തലെ പ്രതിഫലം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളി, ഇങ്ങനൊന്നും അക്രമം ചെയ്യരുത്, നിങ്ങൾ അല്ലാഹു വിശ്വസിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ ആഖിറത്ത് നരകത്ത് കിടക്കേണ്ടി വരും, നരകം കത്തി ജ്വലിക്കുന്നതാണ് എന്നൊക്കെ നബിമാര് പറയുമ്പോൾ പിന്നെ ഒരു ചോദിക്കൽ എന്താണ് പറഞ്ഞാല് അല്ല പിന്നെ എപ്പോഴാ വരിക, ഉടനെ ഉണ്ടാവോ, അടുത്ത ഞായറാഴ്ച ഉണ്ടാവോ എന്നൊക്കെ അത് പെരും പരിഹാസം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. യസ്അലൂന അയ്യാന യൗമുദ്ദീൻ എന്നാണ് ആ ദിവസം ഉണ്ടാകുക, എപ്പോഴുണ്ടാകുക, പിന്നെ ആട് വന്നോട്ടെ അത് വന്നിട്ട് മതി നമുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ വലിഞ്ഞു കൂടുവരും. അപ്പൊ അല്ലാഹു തആല പറയണേ എന്നാ ഉണ്ടാകുക എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക്. യൗമഹും അതൊരു ദിവസമാണ്, ഹും അന്നേ ദിവസം അവർ അലന്നാർ നരകാഗ്നിയിൽ യുഫ്തനൂൻ പരീക്ഷിക്കപ്പെടുന്നുണ്ടാവും. എന്നുവെച്ചാൽ എങ്ങനെ ഉണ്ടാവും, നരകത്തിലിട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും, പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാല് ചിക്കനൊക്കെ എന്താക്കലുണ്ട് പരീക്ഷണാർത്ഥം ആ പൊള്ളിക്കണ മെഷീൻ ശരിയാണോ നോക്കാനേ എന്ത് ചെയ്യല് വൈ ചിക്കൻ പൊള്ളിക്കണൊക്കെ ഒരു ഇതൊക്കെ അല്ലേ കോയിലൊക്കെ ഇട്ടിട്ട് അത് പൊള്ളിക്കണതിൽ ചില പുതിയതൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ അടുപ്പൊക്കെ പരീക്ഷിക്കും, തന്തൂരി അടുപ്പ് മറ്റൊക്കെ. എന്തിന് തീയൊക്കെ കറച്ച് കിട്ടുന്നുണ്ടോ ചൂടുണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്നമാതിരി ഓരോട് പറയാണ് വിഷം നാക്കണ്ട, എന്നാണ് ആ ദിവസം എന്ന് അറിയുമ്പോൾ നിങ്ങൾ എന്തായി ഉണ്ടാവും, നിങ്ങളിത് അറിയാനൊന്നും ഉണ്ടാവില്ല. നിങ്ങളവിടെ കടന്നിട്ട് അലന്നാർ നരക തീയിന്റെ മേൽ എന്ന് പറഞ്ഞാൽ തീയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, യുഫ്തനൂൻ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ചൂടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം ചെക്ക് ചെയ്യുന്നുണ്ട്. നരകം ചെക്ക് ചെയ്യൽ നിങ്ങളെ കൊണ്ടായിരിക്കും. പിന്നെ ഫിത്നത്തക്കും നിങ്ങളുടെ പരീക്ഷണം നിങ്ങൾ രുചിച്ചോളിൻ. ഹാദല്ലദീ കുന്തും ബിഹി ഇതുകൊണ്ടായിരുന്നു നിങ്ങൾ തസ്താജിലൂൻ ധൃതി കാണിച്ച് ചോദിച്ചിരുന്നത് ഇതായിരുന്നു. അല്ല എന്നപ്പോ വരികയെന്നൊക്കെ ചോദിച്ച് ധൃതി കാണിച്ചില്ലായിരുന്നോ, അത് ഇതാണ് എന്ന് അന്ന് അവരോട് എവിടുന്ന് ഇത് മശറയിൽ പറയപ്പെടുന്ന ദിവസമാണ്. ഇവിടുന്ന് പോയി ഇനി മശറയിൽ എത്തുമ്പോൾ പറയും നിങ്ങൾ ആ അന്ന് ചോദിച്ച് തിരക്കൂട്ടിയില്ല കഴിഞ്ഞോ, അത് ഇതഞ്ഞു സാധനം. മനസ്സിലായില്ലേ, അതൊരു ഭയങ്കര സാധനമാണ്. പഴയ കാലത്തൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് റേഷൻ പീടിക പോകുമ്പോൾ പറയുമ്പോൾ ഫൈനലൊക്കെ നടക്കണമെന്നായിരിക്കും. എന്തിന്റെ ഫുട്ബോളിന്റെ ഒക്കെ അന്ന് കളിയാണൊക്കെ പോയി ഇന്ന് തന്നെ വാങ്ങണം എന്നൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണ്ടാവും. അപ്പൊ പറയും വാപ്പയുടെ സഞ്ചും കാർഡും പൈസ ഒക്കെ തന്ന് പോയതാണ്, വാങ്ങിയില്ലേ വാപ്പനോട് വന്നാൽ കിട്ടുന്നൊക്കെ അറിയും. അന്ന് ബസ്സല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിണ്ടാവും എടുക്ക് കളയാനാണ്. പിന്നെ മൈരുവ കഴിഞ്ഞ് റേഷൻ പീടിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് വാപ്പ ഐഡിയ അങ്ങനെ ചോദിച്ചുമ്പോൾ ഏശ കഴിഞ്ഞാൽ ഏശ കഴിഞ്ഞാൽ യൗമഹും അലന്നാരി യുഫ്തനൂൻ. മനസ്സിലായില്ലേ? അപ്പൊ അടിയൊക്കെ കിട്ടി അങ്ങനെ നിൽക്കുമ്പോ ഉമ്മ പറയണ്ടാവും അല്ലെ പെങ്ങളൊക്കെ പറയണ്ടാവും എന്ത് അതുകൊണ്ട് നല്ല രസല്ലേ, നല്ലൊരു രസല്ലേ, ഇപ്പോ നല്ല ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും. അപ്പോഴാണ് എന്തുണ്ടാകുക, അടിനേക്കാളും വലിയ പ്രശ്നം എന്തായിരിക്കും, ആ കളിയാക്കലാണ്. ഇതാണ് ഇവിടെയും പറയുന്നത്. അതങ്ങനെ എങ്ങനെയുണ്ട്, ഹാദല്ലദീ കുന്തും ബിഹി തസ്തഅജിലൂൻ നിങ്ങൾ ധൃതി കാട്ടി ചോദിച്ചിഞ്ഞല്ലോ, അതാണിപ്പോ ആ സാധനം എങ്ങനെയുണ്ട് എന്ന് അവരോട് ചോദിക്കപ്പെടും. ഇതൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആഖിറത്തിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ളതാണ്. ഈ സൂറത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സൂറത്തൊക്കെ മക്കിയാണ്. ഇതുവരെയൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചിരുന്നത് മദനിയായിരുന്നു. മക്കിക്ക് വേറെ സ്വഭാവം ഉണ്ടാകുക, മദനിക്ക് വേറെ സ്വഭാവം ഉണ്ടാകുക. മക്കിയായ സൂറത്തുകളൊക്കെ മക്ക മുശ്രിക്കീങ്ങളുടെ ആഖിറത്തിന്റെ നിഷേധത്തിനുള്ള മറുപടികളായിരിക്കും മക്കിയായ സൂറത്തിൽ അധികം ഉണ്ടാകുക. കാരണം മക്കത്താണല്ലോ ഇതെന്ത് ആഖിറത്ത് വിശ്വസിക്കാതെ ഇങ്ങനെ കട്ടറായിട്ട് കിടക്കുന്നത്. അപ്പൊ അവരിങ്ങനെ ചോദ്യം ചോദിക്കും, അതിനനുസരിച്ചുള്ള മറുപടി ആരിങ്ങനെ പറയുണ്ടാവും, അല്ലാഹു തആല പറയുണ്ടാവും. ഇനി അടുത്തത് സ്വർഗവാസികളോടുള്ള വർത്താനാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ നിശ്ചയമായും മുത്തഖീങ്ങൾ ഫീ ജന്നാത്തിൻ തോട്ടങ്ങളിലായിരിക്കും, വഅയൂൻ അരുവികളിലുമായിരിക്കും. അയൂൻ എന്ന് പറഞ്ഞാൽ അരുവി, ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിനും പറയും ഉറവക്കും പറയും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അയൂൻ എന്ന് പറഞ്ഞാൽ ഉറവകൾ. അവർ സ്വർഗവാസികൾ തോട്ടങ്ങളിൽ മുത്തഖീങ്ങൾ. അപ്പൊ ആവണ്ട സാധനം എന്താണ്,
മുത്തഖിയാവണം നമ്മള്. മുത്തഖിയായാൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ട് ഇന്നൽ മുത്തഖീന എന്ന് പറഞ്ഞിട്ട് ഇന്നൽ മുത്തഖീന മഫാസ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കുറെ പറയുന്നത്. ഈ സ്ഥലത്ത് പറഞ്ഞത് ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ, തോട്ടങ്ങള് ഉറവുകളും. എങ്ങനെ ഉണ്ടാവുക? ഇവിടുത്തെ തോട്ടങ്ങളൊക്കെ വേറെ സ്റ്റൈലുണ്ടാകുക. പക്ഷെ അവിടുത്തെ തോട്ടങ്ങൾ അത്ര നല്ല തോട്ടങ്ങളായിരിക്കും. ചെറിയ ചെറിയ മരങ്ങൾ, ഇഷ്ടംപോലെ കായ്, സീസൺ ഉണ്ടാവില്ല, പറിച്ചാൽ തീരൂല, ശിഖരങ്ങൾ അടുത്തേക്ക് വരിക, പിന്നെ മുള്ളില്ല, പിന്നെ ഈ ചളിയും അട്ട അതേമാതിരി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഭയങ്കര വൃത്തിയുള്ള നല്ല മരതകത്താലുള്ള വൃക്ഷങ്ങൾ, രത്നങ്ങളാലുള്ള എന്ത് ഈ സ്ഥലങ്ങളിലൊക്കെ വിരിച്ചിട്ടുണ്ടാകുക മുത്തുകളായിരിക്കും. ഉറവകള് ഇവിടെ തന്നെ നല്ല ഉറവ, അടിങ്ങനെ കാണുന്ന ഉറവ കണ്ടാൽ തെളിഞ്ഞിക്കുന്ന വെള്ളം കണ്ട ചാടാൻ തോന്നും. പക്ഷെ അവിടെ അങ്ങനെ ഇഷ്ടം പോലെ ഒഴിയൂനാണ്, ഇഷ്ടം പോലെ. പിന്നെ ബാത്റൂമിൽ പോണ്ട, മൂത്രയിക്കണ്ട, ജലദോഷമില്ല, ഷുഗറില്ല. അതെനിക്ക് വേണ്ട, ഷുഗറാണ്. ഇത് തിന്നാൽ ജലദോഷം ഉണ്ടാവും, അത് തിന്നാൽ വയറ് ടൈറ്റാവും, ഇത് തിന്നാൽ വയറ് ലൂസാവും. വയറിന്റെ പ്രശ്നമല്ല, ഇവിടെ വയറ് നരയലും ഇല്ല. ഇവിടെ ഇനിയിപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടത് 2 പ്ലേറ്റ് അടിച്ചാൽ പിന്നെ ഓനെ നടക്കണമെങ്കിൽ കുടുങ്ങും. പിന്നെ ഓനോട് എന്താ പറയണ്ട, കുറച്ച് ചെയ്യട്ടെന്നറിയും. കാരണം തിന്നിട്ട് വയറെന്തതിന് നിറഞ്ഞിന്. പിന്നെ ഓന് തിന്നാൻ പൂതി ഉണ്ടാവും, വയറ് പറയും എന്ത് വേണ്ട ഇഞ്ഞിനോട് ആവില്ല എന്ന് പറയും. പിന്നെ എന്തെങ്കിലും കൊടുത്താൻ പറയും ഫുള്ള ഇപ്പം തന്നെ ഇനിയൊന്നും വേണ്ട അറിയും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എവിടെ എവിടെ സ്വർഗത്തിൽ. എന്തോ റാത്തേക്ക് പടച്ചോനെ, ആകെ മരിച്ചാൽ മതി, സംഗതി ഏകദേശം തീരുമാനമായി. അതിൻ്റെ ചിത്രങ്ങളും അവസ്ഥകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാം റാത്തായിട്ട്. തോട്ടങ്ങൾ, ഒരു തോട്ടമൊന്നുമല്ല വൈ, ഒരു സ്ഥലത്തും അല്ല ഒരു തോട്ടം എന്ന് പറയുന്നുണ്ടാവില്ല. ഒക്കെ എന്തായിരിക്കും പറയല്? അൻഹാർ, ജന്നാത്ത് എന്നേ പറയുള്ളൂ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി, മുത്തഖീങ്ങൾ ജന്നത്തിലായിരിക്കും ഉണ്ടാകുക. ഓൽക്ക് പിന്നെ വേറെ സംശയമൊന്നുമില്ല. മറ്റുള്ള നരകത്തിലുണ്ടാവുമ്പം ഇവരെവിടെ ഉണ്ടാവും? സ്വർഗങ്ങളിലുണ്ടാവും. പിന്നെ ആഖിദീനമ ആതാഹും റബ്ബുഹും, അവരെ റബ്ബ് അവർക്ക് കൊടുത്തതിന് അവരെന്ത് ചെയ്യാണ്? വാങ്ങി വെച്ചതാണ്, അവർ സ്വീകരിച്ചതാണ്. ഇന്നഹും കാനു ഖബല ദാലിക മസ്തിനീൻ, അവർ ഇതിനു മുമ്പ് മസ്തിനീങ്ങളായിരുന്നു എന്ന്. എന്തായിരുന്നു മസ്തിനീൻ എന്ന് പറഞ്ഞാൽ? എന്താ? മുത്തക്കിയായി, പിന്നെന്താ പറഞ്ഞ? മസ്തിനീൻ ആയിരുന്നു, നന്മ ചെയ്യുന്നവരായിരുന്നു, ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ. മസ്തിൻ ഇഹ്സാൻ എന്നുള്ളതാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഈ അള്ളാഹിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യ്. നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ടെന്നുള്ള ആ ബോധത്തിൽ ജീവിച്ച ആൾക്കാരായിരുന്നു അവർ. അവരെയാണ് ഈ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞ് എവിടേക്ക് കയറ്റുന്നത്? സ്വർഗത്തിലേക്ക് കയറ്റുന്നത്. ആ സ്വർഗത്തിൽ പോണ്ട വഴി കുറേ കാലമൊന്നും ഇല്ലട്ടോ. നമ്മളെ മരിച്ച ആൾക്കാരൊക്കെ ഏകദേശം അതിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരാണ്. ഓലെ ഖബറിലേക്ക് അതിൻ്റെ സുഗന്ധങ്ങളും അതിൻ്റെ പട്ടൊക്കെ വിരിച്ച് ഓലിങ്ങനെ വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഉറങ്ങി അതിൻ്റെ റാഹത്തിൽ നിൽക്കാണ്. ഇനി അടുത്ത് തുറക്കപ്പെടും, നമ്മളുടെ മുന്നിലും തുറക്കപ്പെടണം. അതിന് ഭൂമി ഇന്ന് നമുക്ക് അവസരമുണ്ട്. മുത്തക്കിയാവുക, മുഹ്സിനാവുക, നന്മ ചെയ്യുന്നവരാവുക. അങ്ങനെയുള്ള ആളുകളുടെ കുറച്ച് ഗുണങ്ങൾ പറയാണ്. ഈ മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളും ആരാ നിങ്ങൾക്കറിയോ? കാനു, അവരായിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അവരിപ്പോ എവിടെ ഉള്ളത്? അവരിപ്പോ സ്വർഗത്തിലുള്ളത്. അപ്പൊ അവരെ പറ്റി പറയാണ് കാനു, അവരായിരുന്നു. എവിടെ? ഇവിടെ. ഖലീലൻ മിനൽ ലൈൽ, രാത്രിയിൽ കുറച്ച് മാത്രം. മാ യഹ്ജഊൻ, അവർ ഉറങ്ങുന്നവരായിരുന്നു. രാത്രിയിൽ നമ്മളതേ സിഫത്താ, മനസ്സിലായില്ലേ? നമ്മളിപ്പോ അങ്ങനല്ലേ, വളരെ കുറച്ച് മാത്രമേ ആൾക്കാരെന്ത് ചെയ്യുള്ളൂ. ചെക്കന്മാരൊക്കെ ഫുള്ള് റോട്ടുമിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ആകെ ഉറങ്ങണ കുറച്ച് നേരമേ ഉള്ളൂ. രാത്രിയിൽ എന്നാ പറഞ്ഞത്. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ വളരെ കുറച്ച് മാത്രമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? മാഷാഅല്ലാഹ്, ആ സിഫത്തുണ്ട്. പിന്നെ അബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അസ്ഹാർ എന്ന് പറഞ്ഞാൽ
സെഹർ എന്ന് പറഞ്ഞാൽ അത്തായം. അത്തായം കഴിക്കൽ എപ്പോഴാണ് സുന്നത്ത്? സെഹറിന്റെ സമയം എപ്പോഴാണ്? ഇശാ കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുക? അത്തായം കഴിക്കുക. പക്ഷെ ഏറ്റവും അതിന്റെ നല്ല സമയം ഏതാണ്? സുബഹിയോടടുത്ത സമയം. ആ സമയത്ത് രാത്രിയുടെ അന്തിമയാമത്തിൽ എന്ന് പറഞ്ഞാൽ അവസാന സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചെയ്യും. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ എന്ന് പറഞ്ഞതിന് ചില മുഫസ്സിരിങ്ങൾ മാ യഹ്ജഊൻ എന്ന് പറഞ്ഞത് അവർ വളരെ കുറച്ചു മാത്രമേ ഉണരാറുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. കുറച്ചു മാത്രമേ ഉറങ്ങാറുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞത് വളരെ കുറച്ചു മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഉണരാറുള്ളൂ എന്നുവെച്ചാൽ ഒരു രാത്രി കുറച്ചു മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഉണർന്നു നിൽക്കാറുള്ളൂ എന്ന്. അങ്ങനെയും ചില ഉലമാക്കൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള മുഫസ്സിരീങ്ങൾ അങ്ങനെയും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരങ്ങനെ ഭയങ്കര ലംബ ഇബാദത്തിന്റെ ആൾക്കാരൊന്നുമല്ല. ഓരൊരു കുറച്ച് സമയം ഇശാ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മധ്യത്തിലോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കുറച്ച് 2 റക്അത്തോ കുറച്ച് റക്അത്ത് മാത്രം നിസ്കരിക്കണ ആൾക്കാരായിരുന്നു അവർ. എന്നുവെച്ചാൽ അത് ഒരു ഓർമ്മയോട് കൂടി കുറച്ച് ചെയ്യും. എന്ന് വെച്ചാൽ രാത്രി ഫുള്ള് നിസ്കരിച്ചവർക്ക് മാത്രമേ എന്തുള്ളൂ എന്ന് വിചാരിക്കണ്ട. ഈ തോട്ടങ്ങളും ഇതുള്ളൂ എന്നല്ല, കുറച്ച് ചെയ്താലും ഉണ്ട് എന്ന അഭിപ്രായത്തിനാണ് ചില മുഫസ്സിരീങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഏതായാലും രാത്രിയിൽ അവർ നിൽക്കുകയും ഇബാദത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവർ. നമ്മൾ ഏതോ ഒരു സമയത്ത് പറഞ്ഞിരുന്നു, ഇവിടെ അല്ലേ പറഞ്ഞത്, രാത്രിയിൽ ഒരു കുറച്ച് സമയമെങ്കിലും ഒരു 10 ആയത്ത് ഒരാൾ ഓതുകയാണെങ്കിൽ അയാളെ ഗാഫിലീങ്ങളിൽ എഴുതപ്പെടുകയില്ല എന്ന്. 10 ആയത്ത് പറഞ്ഞാൽ ഖുൽ റബ്ബിൽ ഫലക്കും ഖുൽ റബ്ബിൻ നാസ് ഓതിയാൽ എന്തായി എന്നുവെച്ചാൽ രാത്രിയിൽ നമ്മൾ കുറച്ച് നിസ്കരിക്കണം. ഇപ്പൊ എല്ലാവരോടും രാത്രി ആ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന മുഴുവൻ നിസ്കാരങ്ങളും എന്തിൽപ്പെട്ടതാണ്? അയാൾ രാത്രിയുടെ നിസ്കാരത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഈ കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ പറഞ്ഞതിന് ചില മുഫസ്സിരീങ്ങൾ എഴുതിയത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവർ ഉറങ്ങാത്തവരാണ്. എന്തിന്റെ? ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവർ ഉറങ്ങാത്തവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ എന്ന് വെച്ചാൽ ആ ഇടയിൽ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ, അതും എന്തിൽപ്പെട്ടതാണ്? ലൈലിൽ പെട്ടതാണ്. ഇതൊക്കെ എന്തിനാ അഭിപ്രായം പറഞ്ഞിരുന്ന പറഞ്ഞാല് നമ്മളെപ്പോലത്തെ ബലഹീനപ്പെട്ട ആളുകൾ നിരാശരായിട്ടാന്ന് നമ്മളോട് കഴിയൂലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് മനസ്സിലായില്ലേ? ചിലവായി എല്ലാം അയക്കുറ മാത്രമാണെങ്കിൽ ചിലവിൽ ഒരു മത്തി ഉണ്ടാവും. ആർക്ക് 50 ഉറുപ്പ്യ വാങ്ങാൻ പറ്റുന്നവൻക്കും കൊടുക്കേണ്ടത്. ഇതേപോലെ നമ്മളോട് ഈ കാര്യം പറഞ്ഞുതരാണ്. ഇങ്ങനെ രാത്രിയുടെ അന്ത്യയാമത്തിൽ കിടന്ന പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഓലും ഞൈന്റെ പേരിൽ വിഷമിക്കണ്ട, ഉറങ്ങണതിന് മുമ്പും കുറച്ച്. അപ്പൊ ഇശാൻസ്കാരൊക്കെ കഴിഞ്ഞ് ഇശാന്റെ സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ 2 റക്അത്ത് എന്ത് ചെയ്തു, സുന്നത്ത് നിസ്കരിച്ച് കിടന്നാൽ അതും എന്തിൽപ്പെട്ടതാണ്? രാത്രി ഇബാദത്തിൽ പെട്ടതാണ്. ഏറ്റവും നല്ല സമയം വഫിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവരാ സഹറിന്റെ സമയം, നിശാന്ത്യത്തിൽ അവസാന സമയത്ത് അവരെന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചെയ്യും. എന്താ ആ സമയത്ത് ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകത? അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അതുകൊണ്ട് അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്താൽ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് ഞങ്ങൾക്ക് പുറത്തു തരാ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ചിലപ്പോഴൊക്കെ 5:1 ബാങ്ക്, വെറുതെ 5 മണിക്ക് ബാങ്കാണ്. ഇപ്പൊ നമ്മളിപ്പോ എഴുന്നേറ്റ് ഉടനെ ഇപ്പൊ ഇശാഖ കഴിഞ്ഞ് കുറച്ചേരൊക്കെ നിസ്കരിച്ചിട്ടാണ് കിടന്നതില്ലേ, ഉറങ്ങണതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചു, ബ്രഷൊക്കെ ചെയ്ത് ഏതായാലും ഉളു എടുക്കണം, അതിന് ശേഷം 2 റക്അത്തൊക്കെ നിസ്കരിച്ച് ഒരു ദുആ ചെയ്ത് കിടന്നതാണ്. ഒരു 4:45 എഴുന്നേറ്റു, പിന്നെ പല്ലൊക്കെ തേച്ച് വരുമ്പോഴത്തേന് എന്താവും? 5 മണിയാവും. തഹജ്ജുദ് ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ എഴുന്നേറ്റ ഉടനെ തന്നെ എന്തല്ല ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ ബോധത്തോട് ചെയ്യില്ല, ഇപ്പൊ എന്റെ റബ്ബ് നിൽക്കാണ്, ഞാനേതായാലും ഉറങ്ങിപ്പോയി, ഇപ്പെങ്കിലും എഴുന്നേറ്റല്ലോ, ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാം. ഇവിടെ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞത് എന്തിനാണ്? കാരണം ഇവരാരാണ് ഭൈ? ഇവർ മുത്തഖീങ്ങളാണ്, മുഹ്സിനീങ്ങളാണ്.
പിന്നെ രാത്രിയിൽ വളരെ കുറച്ച് മാത്രം ഉറങ്ങുന്നവരാണ്. അങ്ങനത്തെ മനുഷ്യന്മാർ പിന്നെ എന്ത് ചെയ്യൂല വൈ തിന്മ ചെയ്യാണ്ടാവില്ല. ഓൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ എന്താ ഉണ്ടാകുക? ഓൾക്ക് എന്താ ഇസ്തിഗ്ഫാർ ചെയ്യാണ്ടാകുക? പിന്നെന്തിനാ ഓല് ഇസ്തിഗ്ഫാർ ചെയ്യണേ? നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങൾ ഒറ്റ മജ്ലിസിൽ 100 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചെയ്യും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുൻപിൻ പാവങ്ങളൊക്കെ അല്ലാഹു പുറത്തെടുത്താണ്. തങ്ങളിൽ തിന്മ ഉണ്ടാവില്ല. എന്താണ് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മുഹ്സിനാണ് ഇവര്. എന്നുവെച്ചാൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്നവർ. ഇനി അള്ളാഹനെ ഇവർ കാണില്ലെങ്കിലും അള്ളാഹ് അത്ര അവിടുത്തെ. അപ്പം അള്ളാഹുവിനെ നല്ലപോലെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ചെയ്ത ഇബാദത്തൊന്നും. ഒരു ഉപകാരം ചെയ്ത ഒരു മുതലാളിന് ഒരാൾക്ക് മനസ്സിലായി, എനിക്കന്ന് ഞാൻ അസുഖമായപ്പോൾ എൻ്റെ ഫുള്ള് ബില്ലടച്ചതിൻ്റെ ഈ കാര്യമൊക്കെ ചെയ്ത ഇയാളാണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പം അയാൾ വീട്ടിൽ വന്നാൽ അയാൾക്ക് ജ്യൂസ് കൊടുത്തു, അയാൾക്ക് ചായ കൊടുത്തു, അയാൾക്ക് ചോറ് കൊടുത്തു, അയാളെ കൂടെ നടന്നു, ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ പിന്നെയും പറയുന്നത് ഇഖ്ലാസിൽ പറയുന്നതാണ്. നിങ്ങൾ ഇത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേണ്ട നേരം ഖിദ്മത്ത് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ഇവനോട് ചെയ്യാൻ പറ്റുന്നതിന്റെ അതിനപ്പുറത്ത് ചെയ്തിട്ട് ഇവന്റെ ഉള്ളിലുണ്ട് ഇയാൾ ചെയ്ത ഉപകാരത്തിന് ഇഖ്ലാസിൽ പറയുന്നതാണ്. നിങ്ങൾ ഇത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേണ്ട നേരം ഖിദ്മത്ത് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ഇവനോട് ചെയ്യാൻ പറ്റുന്നതിന്റെ അതിനപ്പുറത്ത് ചെയ്തിട്ട് ഇവന്റെ ഉള്ളിലുണ്ട് ഇയാൾ ചെയ്ത ഉപകാരത്തിന് പകരം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ പേരിലാണ് ഇവ ഇങ്ങനെ ഇത് പറയുന്നത്. അതന്നെ ആ ഇസ്തിഗ്ഫാർ തന്നെയാണ് ഈ ഇസ്തിഗ്ഫാറും. കാരണം ശരിക്കും അള്ളാഹിനെ പറ്റി ആലോചിച്ചാൽ ഇസ്തിഗ്ഫാറേ ചെയ്യുള്ളൂ. കാരണം നമുക്കൊന്നും അർഹതയില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ണിന്റെ കാഴ്ചശക്തി അലർത്തിയുണ്ട്. ഈ അറാമ് പട്ട അറാമ് രാത്രി മുഴുവനും കണ്ടിട്ട് രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണൊക്കെ തുറപ്പിച്ചിട്ട് സാധനമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ആര്? അല്ലാഹു. പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതിയാവോ? രാത്രി ഒരാൾ ഉറങ്ങിയാളെ എഴുന്നേക്കുണ്ട്, രാത്രി എഴുന്നേക്കാൻ ഭാഗ്യം തന്ന്. ഇതൊക്കെ ആര് തന്നതാണ്? ആരോഗ്യം തന്നത്, ഉണർത്തുന്നാള്. ഒരു വലിയ മഹാൻ മാർക്കറ്റിൽ നിന്ന് ഒരു സ്ത്രീനെ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്നു. അന്ന് നമ്മളൊക്കെ വണ്ടിയൊക്കെ വാങ്ങണ മാതിരി ഇപ്പൊ ബംഗാളികളെ കൂട്ടിക്കൊണ്ടുപോകുക പറഞ്ഞാല് പഴയുള്ള കാക്കാർക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവോ? പഴയ പാടത്ത് പറമ്പിലൊക്കെ കൊത്തിയുന്ന നമ്മളെ വല്യാപ്പാർക്കൊന്നും ആരെ മനസ്സിലാവില്ല. തോട്ടം കൊത്താന് മറ്റേനക്കാട് ബംഗാളിന്റെ വീടിന് പോകുന്ന അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി പറഞ്ഞാൽ നമ്മളെ വല്യാപ്പാർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മക്ക് മനസ്സിലാവും. എന്ത് ഞാൻ അവിടെ പോയി ഒരു ബംഗാളിനെ പൈസ എടുത്ത് വാങ്ങിയിട്ട് വരുന്ന മൈരാണ് എന്ത് ചെയ്ത്. കുറെ ബംഗാളിയുണ്ട്, 50 ബംഗാളിയുണ്ട്. നമ്മളതിൽ പാകളുള്ളതിനൊക്കെ ഒരൊറ്റ സൈസൊക്കെ ഉള്ള പണിയെടുക്കാൻ പറ്റണമെന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക. ഇതേമാതിരി മാർക്കറ്റിൽ നിന്ന് അന്ന് അടിമകളെ വിൽക്കലുണ്ട്, വണ്ടിയൊക്കെ വാങ്ങണ മാതിരി. അങ്ങനത്തെ ഒരു സ്ത്രീനെ വീട്ടുപണിക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആ സ്ത്രീ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ അന്ന് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ രാത്രി അതിന് കിടക്കാനുള്ള സ്ഥലം കൊടുത്ത് അവിടെ കിടന്നു. അപ്പൊ അവിടെ ഇങ്ങനെ രാത്രി പിന്നെ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇയാളൊന്ന് എഴുന്നേറ്റ്, ഇയാൾ വലിയ മഹാനാണ്. അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ നോക്കുമ്പോൾ അവിടുന്ന് ഇതൊക്കെ അദ്ദേഹം അവിടെ പോയി നോക്കുമ്പോൾ ഈ സ്ത്രീ ഭയങ്കര കരച്ചിലും ഇബാദത്തിലും ഭയങ്കര കവിതകൾ അള്ളാഹുവിനെ പറ്റി അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലഹരിയിലുള്ളത്. അപ്പൊ ഇയാളെ കണ്ടു. ഇയാളെ കണ്ടോടുകൂടി ആ പെണ്ണിന് പ്രശ്നമായി. അപ്പൊ ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹുവെ നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നീ എനിക്ക് പുറത്തു തരണേ എന്ന്. എന്താണ് നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നീ പുറത്തു തരണേ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പെണ്ണെ അങ്ങനല്ല, അള്ളാഹുവെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ എനിക്ക് പുറത്തു തരണേന്ന് പറയുന്നത് അല്ല. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അങ്ങനല്ല, നിങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോഴും രാത്രി എന്നെ എഴുന്നേൽപ്പിച്ചവൻ അവനിക്ക് എന്നോട് ഇഷ്ടണ്ടായിട്ടാണല്ലോ, അതുകൊണ്ടാണ് എന്നോനെ എഴുന്നേൽപ്പിച്ച നിങ്ങളൊക്കെ ഉറക്കിയപ്പോഴും അപ്പൊ അവനക്ക് എന്നോടുള്ള ഇഷ്ടമാണത്, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, അല്ലാഹുവേ ഇതുവരെ ഞാനും ഈയും തമ്മിലുള്ള ബന്ധം വേറെ ആർക്കും അറിയില്ലെന്നു, ഇന്നത്തെ ദിവസം അത് പരസ്യപ്പെട്ടു, ഇനി എന്നെ ഈ ഭൂമിയിൽ വിട്ടേക്കരുത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഒരു ചീഹ് നിക്കല, ഒരു അട്ടഹാസണ്ടായിട്ട് അവിടെ മരിച്ചു വീണു. അതൊരു അള്ളാഹുവായിട്ടുള്ള ഇഷ്കിന്റെ ബന്ധാണ്. എന്നുവെച്ചാൽ അള്ള ചെയ്തെന്ന ഉപകാരം. രാത്രി എഴുന്നേറ്റാൽ എന്നെ കരച്ചിൽ കൊടുക്കും, എന്തിന് എന്നെ നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് നിന്റെ ഇബാദത്തിന് വേണ്ടിയിട്ട് ഈ കൂട്ടിക്കൊണ്ടുവന്നല്ലോ, അത് ഭയങ്കര ഉപകാരല്ലേ. വേൾഡ് കപ്പ് നടക്കുമ്പോൾ നാട്ടിലോ അതിന് നടക്കണവനെ പിടിച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നവനെ കാണിച്ചു കൊടുത്താൽ ഇത്ര വലിയ ഉപകാരമാണ്. അതിനേക്കാളും വലിയ ഉപകാരം എന്താ ഉള്ളത്?
ഇതേമാതിരിയാണ് കിടന്നുറങ്ങുമ്പോൾ പിടിച്ച് കൂട്ടി കൊണ്ടുവരാണ്. എന്നിട്ട് ഒറ്റക്കവനെ ഒരു മൂലയിലിരുത്തി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് രാത്രി കരയാണ്. എന്നിട്ട് ആ കാഴ്ചയിൽ അള്ള കേൾക്കാണ്. എന്നിട്ട് അള്ളാഹു അവന്റെ ഉത്തരം കൊടുക്കാണ്. അപ്പോൾ എത്ര ഇസ്തിഗ്ഫാർ ചെയ്താൽ മതിയാവും? അതാണ് വബിൽ അസ്ഹാരിയും. നമ്മൾ വിചാരിക്കും പാപം ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെല്ലേണ്ടത്. സത്യത്തിൽ ഒരാളുടെ ഖദർ മനസ്സിലാക്കിയാൽ അയാൾക്ക് പ്രത്യുപകാരം ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ടാവും? പ്രത്യുപകാരം ചെയ്തില്ല പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മളെ വീട്ടിലേക്ക് വരൂല എന്ന് വിചാരിച്ച ഒരാള് ബൈ ചാൻസിൽ എന്തെങ്കിലും കാര്യത്തിന് പേര് നമ്മളെ വീട്ടിലേക്ക് കയറിയാൽ നമുക്ക് അയാൾക്ക് എന്ത് കൊടുത്താലും മുതലാകുക. നമ്മളിങ്ങനെ പറയും ഇതാ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പെട്ടെന്ന് വന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിന്റെ വെയ്ത്തല കൂടും. സത്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണേന് അതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ റബ്ബായ അള്ളാഹ്ക്ക് എങ്ങനെയാണ് നമ്മൾ പകരം കൊടുക്കുക? എന്ത് നിയമത്തിനാണ് പകരം കൊടുക്കുക? അതാണ് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞത്. അവർ പാപമോചനം തേടാൻ നിയമത്തൊക്കെ ആസ്വദിച്ച അല്ലാഹ് പകരൊന്നും ചെയ്യാൻ പറ്റില്ല, ഇബാദത്തും ചെയ്യാൻ പറ്റില്ല, നീക്ക് പുറത്തു തരണേ എന്ന് പറയാൻ. പിന്നെ വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. വഫി അംവാലിഹിം അവരുടെ സ്വത്തിലുണ്ട്, ഹഖ്ഖുൻ അവകാശമുണ്ട്, ബാധ്യതയുണ്ട്, ലിസ്സാഇലി ചോദിക്കുന്നവന്, വൽ മഹ്റൂം തടയപ്പെട്ടവനും. മഹ്റൂം എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടവനും എന്ന് വെച്ചാൽ അവര് വെറും ഇസ്തിഗ്ഫാർ മാത്രമല്ല ചെല്ലുക, ഇബാദത്ത് ചെയ്യാന്നുള്ളത് ഒരു വേറെ സാധനമാണ്. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഇബാദത്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക ഒക്കെ ചെയ്യുക ആൾക്കാർ. പക്ഷേ മുതൽമക്കടെത്തുമ്പം കളറ് മാറും. ഓന ഈ ഗ്രേഡിക്ക് കയറൂല. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് പിഷ്കൻ ഒരിക്കലും എന്താവൂല, പിഷ്കും ഈമാനും ഒരിക്കലും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് ചേരൂല. നമ്മൾ നല്ല ഇബാദത്ത് ടോപ്പയ്ക്കും, പക്ഷെ മുറിഞ്ഞ കൈക്ക് ഉപ്പ് വെക്കൂല, ആ സാധനമായിട്ട് കയറൂല. കത്തൊക്കെ നല്ല ഉഷാറായിട്ട് എഴുതിയോളൂ. സ്റ്റാമ്പും കൂടി എന്ത് ചെയ്യണം ഒട്ടിക്കണം, പൈസയും കൂടി ചെലവാക്കണം. അതാണ് ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട എന്താ ആവശ്യമുള്ളത്? രാത്രിയുടെ പരിപാടിയെ പറഞ്ഞുകൊടുക്കണേ. അതിന്റെ കൂട്ടത്തിൽ പറയാണ് ഇസ്തിഗ്ഫാറൊക്കെ ഒരു അടിച്ചു പൊളി ചെയ്യും, രാത്രി നിസ്കരിച്ചും ചെയ്യും, ഓതും ചെയ്യും. രാവിലെ ഏതെങ്കിലും ഒരു ചില്ലറ പൈസന്റെ കേസ് എന്നാൽ ഉണ്ടാവില്ല ഇനി. അതുകൊണ്ട് പറയാണ് വഫി അംവാലിഹിം അവരുടെ സമ്പത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഹഖ്ഖുൻ എന്റെ സമ്പത്തിന്റെ ബാധ്യതയാണ് എന്ത്, ലിസ്സാഇലി വൽ മഹ്റൂം ചോദിക്കുന്നവർക്കും തടയപ്പെട്ടവർക്കും ഒരു പങ്ക് അവന്റെ സമ്പത്തിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ ബാധ്യതയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് 2-3 അർത്ഥമുണ്ട്. ഒരർത്ഥം എന്താണ് പറഞ്ഞാൽ ഓൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് അവന്റെ ഔദാര്യമായിട്ട് അവൻ ഒരിക്കലും കാണൂല, മറ്റവന്റെ അവകാശമായിട്ടാണ് മനസ്സിലാക്കുക. ഹോസ്പിറ്റലിൽ നമ്മൾ ബില്ലടച്ചു, 5000 രൂപ ബില്ലടച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ പറയും, ഇപ്പം നമ്മൾ മറ്റേ ഹോസ്പിറ്റലിന് ഒരു 5000 രൂപ എന്റെ വക ഞാൻ കൊടുത്തു എന്ന് പറയും. ആരെങ്കിലും പറയുവേ എന്റെ വക 5000 രൂപ കൊടുത്തു വരാണ് ഇപ്പൊ ഞാൻ ഓല് കഷ്ടപ്പെട്ടിട്ട് നിൽക്കാനത് അങ്ങനെ മുന്നോട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ ചികിത്സിച്ചതിന് ഓരോ മേൽ കൊടുക്കാനുള്ള ഒരു ബില്ലാണത്. ഇലക്ട്രിസിറ്റിക്ക് എല്ലാ മാസം 1000 രൂപ എടുക്കലുണ്ട് ഞാൻ 2 മാസം കൂടുമ്പോ എന്ന് പറഞ്ഞാൽ ഔദാര്യമായിട്ട് പറയുന്നില്ല. കാരണം അതുപോലെ കറണ്ട് ഉപയോഗിച്ചതിന്. അപ്പൊ അത് ബാധ്യതയായി മനസ്സിലാക്കാൻ, ബാധ്യതയായി മനസ്സിലാക്കിയാൽ പിന്നെ എന്ത് ചെയ്യൂല, ഒന്ന് കൊടുക്കാൻ മടി ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യമായി എടുത്ത് പറയില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ നിർത്തും വന്നീങ്ങി ഓനക്ക് 2000 രൂപ എടുത്ത്, വേറെ അടുത്ത് വന്നീങ്ങി ഓന് 3000 രൂപ എടുത്ത്, പെരും വരവാപ്പം. മനസ്സിലായില്ലേ? ഓ എന്ത് മനസ്സിലാക്കിയിട്ടില്ല, ഇത് കൊടുക്കലിന്റെ ബാധ്യതയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഓര് വന്നതിന്റെ പേരിൽ കൊടുത്തതാണ്. അതുകൊണ്ട് 2 കൂട്ടരുടെ തന്നെ വഫി അംവാലിഹിം അവർ ഇസ്തിഗ്ഫാർ ചെയ്യലും ഖുർആൻ ഓതലൊക്കെ എളുപ്പമാണ്. പിന്നെ അംവാലിന് അള്ളാഹു തൊടുന്ന എന്താ പറഞ്ഞാൽ ഹൃദയത്തേറ്റ് ഭയങ്കര ടച്ചുള്ള സാധനമാണ് എന്ത്, അംവാൽ. അതിനോടുള്ള മഹബത്ത് ഉള്ളിൽ കയറി കിടക്കാണ്. അതുകൊണ്ട് വഫി അംവാലിഹിം അവരുടെ സ്വത്തിലുണ്ട് എന്ത്, ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം അവരുടെ സ്വത്തിൽ എന്തുണ്ട്, അവകാശം, ഹക്കുണ്ട്. നമ്മൾ സാധാരണ പറയല്ലോ, ഇപ്പൊ ഒരു പാർട്ട്ണർ ഉണ്ട്, ലാഭം കണക്കൂട്ടി ഈക്വൽ പാർട്ട്ണർ ആണെങ്കിൽ 50,000 രൂപ കൊടുക്കും. അത് ഉപകാരം എന്നൊന്നും പറയില്ല, ഉണ്ടോ?
എന്റെ വക 50,000 രൂപ എല്ലാ മാസം ഞാൻ കൊടുക്കലുണ്ട്. ലാഭത്ത് പറഞ്ഞാൽ ഓനും അതേമാതിരി പൈസ കൊടുക്കുന്നു, ഓനക്കുള്ളതാണ്, ഓന്റെ ഹക്കാണ്. ഇതേപോലെ ഹക്ക് മനസ്സിലാക്കണം. കൊടുക്കുക എന്നുള്ളത് ഹക്കാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, യാചകൻ ലിസായിൽ എന്ന് പറഞ്ഞാൽ ആവശ്യം വെളിവാക്കി വരുന്ന ആള് എന്നർത്ഥം. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ചോദിക്കാൻ വരുന്ന ആൾ, ആവശ്യം പറഞ്ഞു വരുന്ന ആൾ, അവർക്ക് കൊടുക്കൽ ഹക്കുണ്ട് അവരുടെ സമ്പത്തിൽ എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നബി തങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, നിങ്ങളടുക്കൽ വരുന്ന സായിൽ അയാൾ കുതിരപ്പുറത്താണെങ്കിലും നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു ഉറങ്ങുണ്ടല്ലോ നിങ്ങൾ ഈ നേരത്ത്. ചോദിച്ചു വരുന്ന ആൾക്ക് കൊടുക്കുക. അയാൾ എങ്ങനെ വന്ന്, അയാൾ എന്താണ്, അയാൾ എങ്ങനെയാണ്, പ്രത്യേകം തഫ്സീറിൽ എഴുതുന്നുണ്ട്, ചികഞ്ഞ് അന്വേഷിക്കേണ്ട പണി ആർക്കില്ല? നമുക്കില്ല. ചോദിച്ചു വരുന്ന ആള് അയാളുടെ ആവശ്യം മനസ്സിലാക്കി അയാൾക്ക് കൊടുക്കുക. ഞമ്മക്കൊന്നും തീരെ ചികഞ്ഞ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 10 രൂപ 20 രൂപ കൊടുക്കല്. മനസ്സിലായില്ലേ? പിന്നെയും ചികഞ്ഞ് അന്വേഷിക്കേണ്ടത് ആരാ അറിയോ? ആരാ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന ആള്. 2 സാധനം ഉണ്ട് ഇതിൽ. ഒരാൾ പറയണം എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം, 7000 രൂപ വേണം. നമ്മളോട് 70,000 പറഞ്ഞാലും 7000 പറഞ്ഞാലൊക്കെ നമ്മളൊരു 10, 100, 50, 500 അങ്ങനെ ഒരു ലെവലിന്റെ നമുക്ക് അത് നമ്മൾ കൊടുക്കുള്ളൂ. അതുകൊണ്ട് അയാളുടെ എന്താവില്ല, അയാൾ നമ്മളോട് പറഞ്ഞ ആവശ്യം എന്താവില്ല, പൂർത്തിയായില്ല. സഹാബാക്കളുടെ തർത്തീബ് എന്താണോ ആവശ്യം പറഞ്ഞത് അതോട് പൂർത്തിയാക്കിയോ. അങ്ങ് ഓപ്പറേഷൻ 7000 രൂപ, എന്നാ എവിടെന്നാ ചെയ്യുന്ന അവിടെ ചെയ്തോ, അവിടെ പൈസ ചെയ്യണമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ എന്നെന്നാ കൊണ്ടേക്കോ എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു അവര്. നമ്മളുടെ എപ്പോഴും എന്ത് പറഞ്ഞാലും നമുക്കൊരു ലെവലിന്റെ ആ റേഞ്ചിന്റെ അപ്പുറത്തേക്ക് പോകില്ല. അതിനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യല്, 20 രൂപ കൊടുത്തിട്ട് പിന്നെ ഓന്റെ ബാഗൊക്കെ നോക്കി മാന്തി പൊളിച്ച് അതാക്കി ഇതാക്കി ഇതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വെയിറ്റല കൂടി ഫാത്തിയോത് കുല്ലത് റബ്ബിനാസോത് നീയത്തെപ്പിച്ച് എന്നിട്ട് അവസാനം കൊടുക്കലെത്ര 10 രൂപ. പറ്റിക്കപ്പെടണം എന്നല്ലട്ട അതിന്റെ അർത്ഥം. കഞ്ചടിക്കുന്ന കുറെ മഹാന്മാരുണ്ട്. ഏത് ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് എന്താക്കൂ, ശരിക്കും ഓന്റെ ഭക്ഷണമാണോ സത്യം പറയണ? എന്ത് ഓന് ചായട്ടിയില്ലെങ്കിൽ ചോറിട്ടിയിൽ കുഴപ്പമില്ല, എന്തിട്ടണോ ഓനാ കഞ്ചട്ടണം. അപ്പൊ അതിന് വേണ്ടിയില്ലാണ്. അപ്പൊ അതിന് കൊടുക്കണം എന്നല്ലത്. സായിലിന് അവന്റെ കാര്യത്തിൽ ഒരു ഹക്കുണ്ട്. ഇത് നമ്മളൊക്കെ നല്ലപോലെ ആലോചിക്കണം. നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് പൂതിയുണ്ട്. സംഗതി ഈശയെന്നൊന്നും പോവില്ല പറഞ്ഞാൽ നടക്കൂല. പിന്നെ വൽ മഹ്റൂം എന്ന് പറഞ്ഞാല് മാർഗം തടയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എന്താ? അവർ സത്യത്തിൽ ചോദിക്കാൻ എന്താണ് അർഹരാണ്, പക്ഷെ അവരുടെ അഭിമാനത്തിന്റെ പേരിൽ ചോദിക്കുക എന്നുള്ളതിൽ നിന്ന് മഹ്റൂമായി നിൽക്കാണ്. മനസ്സിലായില്ല? ചോദിക്കാൻ തടയപ്പെട്ടവർ എന്ന് വെച്ചാൽ ചോദിക്കാൻ അവരെ ഇസ്സത്ത് അവരെ സമ്മതിക്കുന്ന അവരെന്താണ്? ആവശ്യക്കാരാണ്. അവർക്കും ഇവരെന്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്? എന്റെ സമ്പത്തിൽ ഒരു ഹക്കുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? ഇതുമലാണ് നമ്മളൊക്കെ പെടല്. ചോദിക്കണോ ചോദിച്ച് എന്തെങ്കിലും എന്താക്കും, ചില്ലറെങ്കിലും വാങ്ങും. മഹ്റൂമായ ആൾക്കാരുണ്ടാവും, ഭയങ്കര കഷ്ടപ്പാടിലേക്കുണ്ടാകുക. പക്ഷെ അഭിമാനത്തിന്റെ പേരിൽ ഒരു മനുഷ്യനോട് ചോദിക്കൂല. പക്ഷെ അവരെ കണ്ടെത്തി അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നാളെ സ്വർഗത്തിൽ പോവാൻ വിചാരിക്കുന്ന മുഹ്സിൻ മുത്തഖിക്ക് എന്താണ്? അവന്റെ ഹക്കാണ്. അവന്റെ സമ്പത്തുണ്ടെങ്കിൽ അതിന്റെ ഹക്കിൽപ്പെട്ട ആൾക്കാരാണത്. മഹ്റൂമിന് ഈ അർത്ഥം പറയണ്ടേ? ഏത്? അഭിമാനത്തിന്റെ പേരിൽ ചോദിക്കാതെ തടയപ്പെടുന്ന ആൾക്കാർ. മറ്റൊന്ന് പറയുന്നത് ദീനീ കാര്യങ്ങളിൽ തടയപ്പെട്ടവർ എന്ന്. ദീനീ കാര്യങ്ങളിൽ, ഇൽമിയായ കാര്യങ്ങളിൽ, ദീനിയായ ഖിദ്മത്തുകളിൽ തടയപ്പെട്ട ആൾക്കാർ. ഓർക്ക് വേറെ പണിക്കും വേറെ കാര്യത്തിനൊക്കെ പോകാം. പക്ഷെ ഓര് ഈ പണി എടുക്കണോണ്ട് ഓർക്ക് ഓരോ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത മഹ്റൂമായി നിൽക്കാൻ. അങ്ങനത്തെ ആളുകൾക്ക് ഹക്കുണ്ട് മുഫസ്സിരീങ്ങൾ എഴുതാൻ. അത് ഉലമാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ഉലമാക്കൾ, മുതഅല്ലിമീങ്ങൾ, അവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഹഖുൽ ലിസ്സായിലി വൽ മഹ്റൂം എന്ന് പറഞ്ഞ വൽ മഹ്റൂം അതാണ്. സത്യത്തിൽ നമ്മൾ ആലോചിക്കാൻ മതി. ചില പള്ളി ഉണ്ടാവും, ആ പള്ളിയിൽ നിസ്കാരപ്പള്ളി, അവിടെ ചിലപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും. 1 മണി, 1:30, 2 മണി, 3 മണി എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും. ആരും ഉണ്ടാവില്ല. പലപ്പോഴും ആ പള്ളി നിസ്കാരം തന്നെ നടക്കലുണ്ടാവില്ല. അതിന്റെ കാരണം എന്തൊക്കെ പറഞ്ഞാൽ
എന്തേക്കും അവിടെ ഒരു ഇമാം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പള്ളിനെ പറ്റി ചർച്ച ചെയ്ത ആദ്യ ആൾക്കാർ പറയില്ല എന്തേക്കും, ഇവിടെ ഒരു വക്തിന് ബാങ്ക് കൊടുക്കാനും ഇമാമത്ത് നിൽക്കാനും ഒരാളെ വെച്ചാൽ ഇവിടെ എന്ത് നടക്കും? പറയില്ലേ, ജമാഅത്ത് നടക്കും. അപ്പൊ സത്യത്തിൽ ഒരു ദീനീ ഖിദ്മത്തിന് ഒരാളവിടെ വെച്ചാലേ ഈ ദീനീ ഖിദ്മത്തുകളൊക്കെ നടക്കുള്ളൂ. ഇപ്പൊ ദീനീ ഖിദ്മത്ത് തന്നെ വെച്ച സ്ഥലത്ത് തന്നെ ഇമാമാരൊക്കെ പോയാൽ, നാട്ടിൽ പോയി അവിടെ പോയി ഇവിടെ പോയാലൊക്കെ ബാങ്ക് അങ്ങോട്ട്, നിസ്കാരം ഇങ്ങോട്ട്, അത് ഇങ്ങോട്ട്, അത് അങ്ങോട്ടും ഒക്കെ ആവുന്നുണ്ട്. പഠിപ്പിക്കണ അവസ്ഥ, കുട്ടികളെല്ലാവരും കുട്ടികളെ അവരവർ പഠിപ്പിക്കുക. മദ്രസ സംവിധാനം ഇല്ല ആരെ കാലത്ത് പറയവൈ. നബിതങ്ങളിൽ സഹാബാക്കളും കാലത്ത് മദ്രസ ഇങ്ങനെ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് അതിനൊരു സിലബസ് അതിനൊരു സാധനമൊന്നുമില്ല. അത് പള്ളിയിൽ ഇങ്ങനെ വന്നിട്ട് വാപ്പാര് പഠിക്കും, പെരയിലും ഉമ്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കും, അത് കേട്ട് കുട്ടികൾ പഠിച്ചും, അങ്ങനെ ഓലും വലുതാകുമ്പോൾ ഓലും പള്ളി വരും, അവിടുന്ന് പഠിച്ചും, അങ്ങനെ ഇന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അവസ്ഥ? ഒറ്റൊന്നിനും അൽഫും ബാവും കൂടി അറിയില്ല. ഇനിയിപ്പോ നമ്മളെ മക്കളെ നമ്മളെ അൽഫും ബാവും പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്ന് നിങ്ങൾ വിചാരിക്കി എന്തൊക്കെയുണ്ടാകുക? ഭയങ്കര കരച്ചിലും ബഹളും പ്രശ്നമൊക്കെ ആയിക്കൊണ്ടാകും. കാരണം നമ്മൾ കുത്തിണ്ടാവും, നുള്ളിണ്ടാവും, പറഞ്ഞാൽ മനസ്സിലാവനൊക്കെ ആന്ന് എത്ര പ്രാവശ്യം ഇപ്പൊ നമുക്ക് പറഞ്ഞിരുന്നു ചോദിച്ചിട്ട് എന്താക്കുണ്ടാവും. ഇവിടെ ഒരു ആന്നൊക്കെ പറഞ്ഞ് ദാവൊക്കെ കഴിഞ്ഞ് കുറച്ചും കഴിഞ്ഞ് ഇതെന്താ വെച്ചാല് ദാ എന്നറിയും. അപ്പൊ നമ്മളെല്ലാം കൺട്രോളും വിടും. മനസ്സിലായില്ലേ? അപ്പോ സത്യത്തിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിട്ടാണ് ഇതൊക്കെ പഠിക്കണമെങ്കിൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഉസ്താമാരും കച്ചവടത്തിന് പോയാൽ എന്താ ഉണ്ടാകുക? ഈ പണി നടക്കൂല. ഇപ്പം തന്നെ പല ഉസ്താമാരും പല പരിപാടിക്ക് പോയിന്. ഇവിടെ ഇറങ്ങണ ഭാര്യ ആകണ ഉസ്താദുമാരിൽ ഒരു നല്ല ശതമാനം, ഒരു 50-60% ഒക്കെ വിദേശ രാജ്യത്തുള്ളത്. സൂപ്പർ മാർക്കറ്റിൽ, പെട്രോൾ പമ്പിൽ, അവിടെ ഇവിടെ കയറ്റി ഉലമാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്നിട്ട് ഇപ്പൊ ഒപ്പിച്ചുകൊണ്ട് ബീഹാരി, ബംഗാളി എല്ലാവരെയും കൂടെ തട്ടിപ്പിച്ചിങ്ങനെ ഒപ്പിച്ചു പോവാണ്. പല സംഗതിക്ക് വലിയ വലിയ കഴിവുള്ള ആൾക്കാർ, പണ്ഡിതന്മാർ വരെ പുറത്തുള്ളത്, വലിയ കഴിവുള്ള ആൾക്കാർ. ഉമ്മത്തിനെ ഒരു മഹലിനൊക്കെ കൊണ്ടുവരുന്ന് എന്തെങ്കിലും ഒരു അവസ്ഥയ്ക്ക് എത്തിക്കാൻ പറ്റിയ ഉലമാക്കൾ വരെ പോയിന്. എന്തിനാ ഒരു പോയത്? ഓല കുടുംബജീവിതം പോലെ മൈശത്തിന് വേണ്ടി ഒരു പോയതാണ്. ഇവന്മാരെടുത്തൊന്നും കൈയാട്ടാനും ഇവന്മാരതിനൊന്നും നമുക്കാവൂല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ എല്ലാവരോട് പോയാൽ അതാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞ വൽ മഹ്റൂം എന്ന് പറഞ്ഞാൽ ദീനീ കാര്യങ്ങളിൽ തടയപ്പെട്ടവർ. എന്ത് കാര്യത്തിൽ? ദീനീ കാര്യങ്ങളിൽ തടയപ്പെട്ടിട്ട് അവരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയാത്ത ആൾക്കാർ. അവർക്ക് അവരുടെ സമ്പാദ്യത്തിൽ എന്തുണ്ടാവും? ഹക്കുണ്ടാവും. അവർ ആ ഹക്കിനെ മനസ്സിലാക്കും. കാരണം ഇവര് ദീനിന്റെ ഖിദ്മത്തും മറ്റും കാര്യങ്ങളും ചെയ്ത് തടയപ്പെട്ട് നിൽക്കണം. ഓലും കച്ചവടത്തിനും വേറുള്ള പരിപാടിക്കും പോയാൽ പിന്നെ ഇതിനൊന്നും ആളുണ്ടാവില്ല. നമുക്കേതായാലും കഴിയില്ല, നമ്മൾ അധ്വാനിക്കേണ്ടത്. സഹാബാക്കളുടെ കാലത്ത് ഇൽമ് പഠിക്കുന്ന ആളുകൾക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്നൊരു സഹാബി പറഞ്ഞു, ഞാൻ മാത്രമാണ് പണിക്കോണ്, എന്റെ അഞ്ചന് ഇവിടെ എപ്പോഴും ഇവിടെ പള്ളിയിലാണുള്ളത്, ഞാനൊന്നും പണിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, അവൻ കാരണം നിനക്ക് റിസ്ക് നൽകപ്പെടുകയാണ്. ആര് കാരണമായിട്ട്? അനിയൻ, നിന്റെ സഹോദരൻ കാരണമായിട്ടാണ് നിനക്കെന്ത് നൽകുന്നത്. ഇവിടെ ഇൽമു പഠിക്കുന്നുണ്ട്, അതിനുള്ള സൗകര്യം കൂടി അവന് ഭക്ഷണം അതിന്റെ കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിനക്കും കൂടി അല്ലാഹു അതിന്റെ നിന്റെ റിസ്ക് വരെ അതിന്റെ മേൽ നൽകപ്പെടുകയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരർത്ഥം അതും കൂടി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. മഹ്റൂമിന് രണ്ടർത്ഥം പറഞ്ഞപ്പം, ഒന്ന് അഭിമാനം കാരണമായിട്ട് ചോദ്യം എന്ത് ചെയ്തത്? തടയപ്പെട്ടവൻ. മറ്റൊന്ന് ദീനീ സേവനങ്ങൾ അവരെ ദുനിയാവിന്റെ ജോലികളിൽ നിന്ന് മഹ്റൂമാക്കിയവർ, തടയപ്പെട്ടവർ, അവർക്ക് അതിനൊന്നും പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാർ, അവർക്ക് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു അവകാശം ഉണ്ടാവും എന്ന് തീരുമാനിക്കുക. ഹക്കുൻ വഫി അംവാലിയും, അവരുടെ സമ്പത്തിലുണ്ട് ഹക്കുൻ, ഒരു ബാധ്യത ഉണ്ട്. ലിസ്സായിലി വൽ മഹ്റൂം, ചോദിക്കുന്നവർക്കും വൽ മഹ്റൂം, തടയപ്പെട്ടവർക്കും. തടയപ്പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചോദിക്കുന്നതിൽ നിന്ന് തടയപ്പെട്ടവർ, അഭിമാനമൊക്കെ കാരണമായിട്ട്. മറ്റൊന്ന്, മറ്റു ദുനിയാവിന്റെ ജോലികൾ തടയപ്പെട്ടവർ. എന്തിന്റെ പേരിൽ? അവരുടെ ദീനി ഖിദ്മത്തിന്റെ പേരിൽ. അങ്ങനത്തെ ആൾക്കാർ, അവർക്കൊക്കെ അവരുടെ സമ്പത്തിൽ പങ്കുണ്ടാവുന്നു. മാഷാ അല്ലാഹ്. ദുആ ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കണം. നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് ദുആയിലാണ്.
അതുകൊണ്ട് ഇന്ന് സത്യത്തിൽ നമ്മളെ തിരക്കിന്റെ പേരിൽ നമുക്ക് ദുആ ചെയ്യാൻ സമയം കിട്ടില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അധികം ആൾക്കാർ എഴുന്നേറ്റ് ഓടുകയാണ്. നമ്മളെ കാര്യം നമ്മളെ റബ്ബിനോട് പറഞ്ഞു. ചുരുങ്ങിയ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും എന്തുണ്ട്? മോമിന് സ്വീകരിക്കപ്പെടുന്ന ദുആ ഉണ്ട്. മോമിന് സ്വീകരിക്കപ്പെടുന്ന ദുആ ഉണ്ട്. മനസ്സിലായില്ലേ? സ്വീകരിക്കപ്പെടുന്ന ദുആ ഉണ്ട്. അതുകൊണ്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുആ ചെയ്യണം. ദുആ വലിയ ഇബാദത്താണ്. നിങ്ങളെ ദുആ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ എന്ന് അള്ളാഹു പറയണ്ടേ. ദുആ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരാളെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുക, പറയാ, ഒക്കെ വേറെ കാര്യം. ഏറ്റവും വലിയ അർഹത എന്റെ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയില്ല ആർക്കാണ്? എനിക്കാണ്. നിങ്ങളെ ആവശ്യങ്ങൾ അറിയില്ല നിങ്ങൾക്കാണ്. അതുകൊണ്ട് ദുആ കാര്യമായിട്ട് ചെയ്യണം. ആളുകൾ ഇന്ന് പൊതുവെ ദുആയിൽ നിന്ന് ഗാഫിലാണ്, അശ്രദ്ധരാണ്, ദുആ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയ ഫിക്രോടും വലിയ ചിന്തയോടും കൂടി ദുആ ചെയ്യുക. എല്ലാ സമയത്തും ദുആ ചെയ്യണം. അല്ലാഹു തആല ഏത് സമയത്താണ് നമ്മൾ ദുആ ഖബൂലാക്കാന്ന് അറിയില്ല. അതുകൊണ്ട് ദുആ ചെയ്യൽ ഇൻഷാ അല്ലാഹ്. അല്ലാഹ് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വ്യാഴാഴ്ചകളിൽ മഗ്രിബ് മുതൽ ഇശാ വരെ അല്ലെങ്കിൽ സുബഹി വരെ ഇവിടെ ദീനിന്റെ സംസാരവും ഫിക്റും ചിന്തകളൊക്കെ ഉണ്ടാവലുണ്ട്. കഴിയുന്ന ആൾക്കാരെല്ലാവരും പങ്കെടുക്കും, കൂട്ടുകാരൊക്കെ പങ്കെടുപ്പിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നന്മയിൽ നമ്മൾ എത്രത്തോളം കൂടോ അത്രത്തോളം അല്ലാഹു ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن سهلا إذا شئت يا أرحم الراحمين. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن سهلا إذا شئت يا أرحم الراحمين. اللهم إن قلوبنا ونواصينا وجوارحنا بيدك لم تملكنا منها شيئا، وإذا فعلت ذلك بنا فكن أنت ولينا واهدنا إلى سواء السبيل. اللهم إنا نسألك حبك وحب رسولك والعمل الذي يبلغنا إلى حبك. اللهم إنا نعوذ بك من الشرك ومن الشك ومن النفاق يا رب العالمين. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. اللهم اجعلنا من الراشدين واجعلنا من المهديين واجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون. اللهم اجعلنا من المتقين واجعلنا من المخلصين واجعلنا من المحسنين. اللهم اجعلنا من المحسنين. اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار. കരുണഞ്ഞ അല്ലാഹുവേ, കൃപയുള്ള പടച്ചവനെ, ഔദാര്യവാനായ ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളും തിന്മകളും ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന ഞങ്ങളെ റബ്ബായ അല്ലാഹുവേ, നീ എല്ലാം നിരുപാധികം ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്, പുറത്തു തരണേ പടച്ചവനെ. യാ അല്ലാഹ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചവനെ. യാ അല്ലാഹ്, നീ പൊറുക്കാതെ വേറെ ആര് പൊറുക്കാനില്ലല്ലോ പടച്ചവനെ. അല്ലാഹുവേ, തീർച്ച നശിക്കാനുള്ള തിന്മകളൊക്കെ ഈ കാലം കൊണ്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പടച്ചവനെ. എത്ര തിന്മകളാണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ മനസ്സുകളിൽ 24 മണിക്കൂറും തിന്മകളുടെ ചിന്തകളും വാസനകളുമാണ്. ഞങ്ങളെ കണ്ണുകൾ ഹറാമുകളിലാണ്, ചെവികൾ ഹറാമിലേക്ക് താല്പര്യമാണ്, ഗീബത്ത് നമീമത്തൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ഹരാണ് പടച്ചവനെ. അങ്ങനെ തിന്മകളിലായി അവയവങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റക്കാരായ അടിമകളാണ് പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് തരണേ പടച്ചവനെ. അല്ലാഹ്, നീ പുറത്തു തന്നാൽ ചോദിക്കാൻ ആരുമില്ലല്ലോ പടച്ചവനെ. നീ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവാണല്ലോ പടച്ചവനെ. ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക്കാണല്ലോ, നീ വിധിക്കുന്നവനാണ്, നിന്റെ മേലാരും വിധി നടപ്പിലാക്കൂലല്ലോ പടച്ചവനെ. നീ ഞങ്ങളെ കാര്യങ്ങൾ നടന്ന് ഏറ്റവും എളുപ്പത്തിലും സന്തോഷത്തിലാക്കണേ പടച്ചവൻ. അല്ലാഹുവെ, കരുണ ചെയ്യണേ പടച്ചവനെ. അല്ലാഹ്, ഇനിയെങ്കിലും ആഖിറത്തിൽ യഖീനുണ്ടായി ആഖിറത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി അമൽ ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളാക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ് പടച്ചവനെ. യാ അല്ലാഹ്, നീ പൊറുക്കലല്ലാതെ വേറെ വഴിയില്ല പടച്ചവനെ.
ഞങ്ങളുടെ തിന്മകളെ ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബേജാറാണ് പടച്ചവനെ. അല്ലാഹുവേ, ചെറിയ പ്രായത്തിൽ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഞങ്ങൾ തിന്മകളിലായി, ഞങ്ങളെ യുവത്വം തിന്മകളിലായി. പടച്ചവനെ യാ അല്ലാഹ്, ഞങ്ങളുടെ ആയുസിന്റെ നല്ല ഭാഗങ്ങളൊക്കെ തിന്മകളിലായി കഴിഞ്ഞു പോയി പടച്ചവൻ. വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് ഞങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ട് പടച്ചവനെ. ഞങ്ങൾ ഇന്നലെയും ഞാൻ തുടങ്ങിയ നിസ്കാരവും ദിക്റും വലിയ കാര്യമാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങളെ കഴിഞ്ഞ കാല തിന്മകൾ ഞങ്ങൾ മറന്നു കിടക്കുകയാണ് പടച്ചവൻ. ഇപ്പോഴത്തെ ഇബാദത്തിന്റെ അവസ്ഥ ബലഹീനതാണെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. നിസ്കാരത്തിൽ 100 കൂട്ടം ചിന്തകളാണ് പടച്ചവനെ. ഞങ്ങൾ ദുആയിൽ പോലും അശ്രദ്ധരാണ്. യാ അല്ലാഹ്, അത്ര മോശക്കാരാണ്. ഞങ്ങളെ കാര്യത്തിൽ ഒന്ന് കരുണ ചെയ്യ് പടച്ചവനെ. ഞങ്ങളെ കാര്യത്തിൽ ഒന്ന് കരുണ ചെയ്യ് പടച്ചവനെ. ഞങ്ങൾക്ക് തഖ്വ തരണേ പടച്ചവനെ, ഇഖ്ലാസ് തരണേ പടച്ചവൻ. മുത്തഖീങ്ങളിൽ, മഹ്സിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ പടച്ചവനെ. അവർക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവേണ്ടത് അതൊക്കെ തരണേ പടച്ചവനെ. രാത്രിയിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. രാത്രിയിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. യാ അല്ലാഹ്, ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഭാഗ്യം തരണേ പടച്ചവൻ. യാ അല്ലാഹ്, നീ തന്ന സമ്പത്തിൽ ചോദിക്കുന്നവർക്കും മഹ്റൂമിങ്ങൾക്കും എല്ലാവർക്കും ഹക്കുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ചെലവഴിക്കാനുള്ള നല്ല മനസ്സ് തരണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഖൈറിന്റെ വാതിലുകൾ തുറന്നേരണേ പടച്ചവനെ. ഖൈറിന്റെ വാതിലുകൾ തുറന്നേരണേ പടച്ചവനെ. ഷർറിന്റെ എല്ലാ വാതിലുകളും നീ കൊട്ടിയടക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും റാഹത്തും സന്തോഷവും തഖ്വയും ഇഖ്ലാസും നീ നൽകണേ പടച്ചവൻ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, വല്യാപ്പന്മാർ, വല്യമ്മമാർ, ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർ, സഹോദരിമാർ, ഭാര്യമാർ, മക്കൾ, ഉസ്താദുമാർ, ഭാര്യന്റെ കുടുംബക്കാർ, ഉമ്മാന്റെ കുടുംബക്കാർ, ഉപ്പാന്റെ കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് ഉപകാരം ചെയ്തവർ, ഒരുപാട് ആളുകൾ ഖബറുകളിലാണല്ലോ പടച്ചവനെ. നമുക്ക് ഉപകാരം ചെയ്തവരുടെ മാതാപിതാക്കൾ ഖബറുകളിലാണ് പടച്ചവനെ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ല. എല്ലാവരുടെ ഖബറും നീ സ്വർഗത്തോപ്പാക്കണേ അല്ല. പടച്ചവനെ, വർഷങ്ങളായി ഖബറുകളിലുണ്ട്, മാസങ്ങളും ആഴ്ചകളായി ഖബറുകളിലുള്ള, ദിവസങ്ങളായി ഖബറുകളിൽ, എല്ലാവരും ഖബറിലാണല്ലോ. അവർക്കെല്ലാവർക്കും നീ പുറത്തിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് പടച്ചവനെ. എന്തെങ്കിലും അവരുടെ തിന്മകളുടെ പേരിൽ ആ പാവങ്ങളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഔദാര്യനിധിയായ പടച്ചവനെ, അള്ളാഹു, നീ ആരൊക്കെയാണ് ശിക്ഷിക്കണത് നിനക്കറിയല്ലോ പടച്ചവനെ. അവർ ചെയ്ത തിന്മകളും നിനക്കറിയല്ലോ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾ ഈ പരിശുദ്ധ ഖുർആന്റെ ഈ സദസ്സിൽ നിന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കാണ് പടച്ചവനെ. ആ പാവങ്ങൾക്ക് നീ ഒരു നന്മ ചെയ്യാൻ കഴിയില്ല പടച്ചവൻ. അവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് നന്മ ചെയ്യാതെ ഞങ്ങളെ പിന്നാലെ ഓടിയവരാണ് പടച്ചവനെ. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം, ഞങ്ങൾ രക്ഷപ്പെടണം, ഞങ്ങൾ സന്തോഷിക്കണം. ആ പാവങ്ങൾ അവരെ ആഖിറം മറന്നുപോയതാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ. അവരെ തിന്മകളെ ഇന്നത്തെ രാത്രിയിൽ നീ മായ്ച്ചു കളയണേ പടച്ചവനെ. അവരെ സ്വർഗത്തിൽ നീ സ്വർഗത്തിന്റെ പട്ടുകൾ വിരിച്ചു കൊടുക്കണേ പടച്ചവൻ. സ്വർഗത്തിലെ സുഗന്ധങ്ങളെ നീ തുറക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ നീ ഞങ്ങളെ ദീനിന്റെ സഹായികളാക്കണേ പടച്ചവനെ. അവർക്ക് ആരോഗ്യം നൽകണേ പടച്ചവൻ. അവരെ രോഗങ്ങളെ ശിഫയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ പടച്ചവനെ നീ നിലനിർത്തണേ പടച്ചവനെ. മരണം വരെ നിലനിർത്തണേ പടച്ചവൻ. അർശിന്റെ ചോട്ടിലും ഖിയാമത്ത് നാളിലും പടച്ചവനെ സ്വർഗത്തിലും അവരെ ഞങ്ങളെ കൂട്ടത്തിൽ ഇണകളാക്കി തരണേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹബന്ധങ്ങളെ നീ നിലനിർത്തണേ അല്ലാ. ഏതെല്ലാം ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടോ, മുറിഞ്ഞു പോയിട്ടുണ്ടോ, അകന്നു പോയിട്ടുണ്ടോ, അതിനെ ചേർക്കാൻ നിന്നെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ പടച്ചവൻ. എത്രയോ ഭാര്യമാർ, ഭർത്താക്കന്മാർ, വാപ്പ, മക്കൾ, ഉമ്മ, മക്കൾ, സഹോദരി, സഹോദരന്മാരൊക്കെ അകന്നു കഴിയുന്നുണ്ടോ? അല്ലാഹുവേ, ഈ സദസ്സിൽ നിന്നോട് കേണുതാണ് ചോദിക്കാണ്. ഞങ്ങളെ ഹൃദയങ്ങളെ, എല്ലാവരുടെ ഹൃദയങ്ങളെയും ബന്ധങ്ങളിൽ നീ ചേർക്കണേ പടച്ചവനെ. അറ്റുപോയ ബന്ധങ്ങളെ വളക്കുന്നവൻ, ചേർക്കുന്നവൻ നീ മാത്രമാണല്ലോ പടച്ചവനെ. നീ എല്ലാ ബന്ധങ്ങളെയും നന്നാക്കണേ പടച്ചവനെ. എത്രയോ കുടുംബ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പടച്ചവൻ. അതിനൊക്കെ നീ ആഫിയത്തിന്റെ വഴികളെ തുറക്കണേ പടച്ചവന്. വിഷമത്തിന്റെ എല്ലാ വഴികളെയും കൊട്ടി അടക്കണേ പടച്ചവൻ. യാ അല്ലാഹ്, വിവാഹപ്രായമായ യുവതികൾ, യുവാക്കൾ, വിധവകൾ പടച്ചവൻ, അവർക്കൊക്കെ അനുയോജ്യമായ വിവാഹം ആവശ്യമുള്ള എല്ലാവർക്കും അനുയോജ്യമായ നല്ല ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, കടങ്ങളിൽ കുടുങ്ങിയവരുടെ കടങ്ങളെ വീട്ടണേ പടച്ചവൻ. കടം എത്ര അസ്വസ്ഥതയാണെന്ന് കടക്കാർക്ക് മാത്രമേ അറിയുള്ളൂ പടച്ചവനെ. രാത്രിയുടെ അസ്വസ്ഥത, പകലിന്റെ നിന്ദ്യത പടച്ചവനെ, അതൊരു വല്ലാത്ത സംഗതിയാണല്ലോ. ഞങ്ങളാരും കടത്തിലാക്കരുതേ പടച്ചവൻ.
യാ അല്ലാഹ് കടക്കാരുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് ആഫിയത്തോടെ വീട്ടാനുള്ള മാർഗം നീ തുറക്കണേ പടച്ചവനെ. ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും നടക്കൂല പടച്ചവനെ. നീ നിന്റെ കുതിർത്തുകൊണ്ട് കടങ്ങളെ വീട്ടാനുള്ള വഴി തുറക്കണേ പടച്ചവൻ. നിന്റെ ഖജനാവ് വിശാലാണല്ലോ പടച്ചവനെ. പടപ്പുകൾ എന്തെങ്കിലും കൊടുത്താൽ അവരൊന്ന് കുറയും പടച്ചവനെ. നീ കൊടുത്താലൊന്നും കുറയില്ലല്ലോ പടച്ചവനെ. അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും കടക്കാരനാവേണ്ട അവസ്ഥ ഉണ്ടാക്കരുതേ പടച്ചവൻ. അങ്ങനത്തെ ഒരു ഗതികളിലേക്ക് നീ ഞങ്ങൾ തള്ളി വിടരുത് പടച്ചവനെ. ദുനിയാവിനോടുള്ള ആർത്തി മൂത്ത് കടത്തിലായി പോകുന്നവരുണ്ട് പടച്ചവനെ. അതിലൊന്നും ഞങ്ങളെ പെടുത്തരുതേ പടച്ചവൻ. പടച്ചവനെ, ലോണുകളിൽ നിന്ന് അതേപോലത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ കാക്കണേ പടച്ചവൻ. അള്ളാഹുവെ, നിന്നോട് യുദ്ധം ചെയ്യാറുള്ള എത്ര വലിയ അക്രമമാണ് പടച്ചവനെ. അല്ലാഹ്, എന്തായാലും നിന്നോട് യുദ്ധം ചെയ്തവർ, പലിശ ഇടപാടുകളിൽ കുടുങ്ങിയവർ പടച്ചവൻ, അവരെന്തായാലും ഭൂമി നശിക്കുക എന്നുള്ളത് അത് നിന്റെ കലാമ് സത്യമാണെന്നുള്ളതിന്റെ ഭാഗമാണല്ലോ പടച്ചവൻ. ഞങ്ങൾ എത്രയോ സഹോദരങ്ങൾ ഇതിൽ അറിഞ്ഞു അറിയാതെയും ചെന്ന് ചാടുണ്ടല്ലോ പടച്ചവൻ. ഖുർആൻ സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ ഖുർആനിൽ നിന്നുള്ളതാണല്ലോ അവർ നശിക്കുമെന്നുള്ളത് പടച്ചവനെ. യാ അല്ലാഹ്, എല്ലാവർക്കും നീ ആഫിയത്തോടു കൂടി ആ നിലയിലുള്ള എല്ലാ ഇടപാടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു കൊടുക്കണേ പടച്ചവനെ. നീ ഞങ്ങൾക്ക് തന്നതിൽ ബർക്കത്ത് ചെയ്തു തരണേ പടച്ചവനെ. ഞങ്ങളെ സമ്പാദ്യങ്ങളിലോ മക്കളിലോ കുടുംബങ്ങളിലോ ഒന്നിനെയും വെച്ച് നീ പരീക്ഷിക്കരുത് പടച്ചവനെ. പരീക്ഷിക്കരുതേ പടച്ചവനെ. നീ എന്തെങ്കിലും വെച്ച് പരീക്ഷിച്ചാൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല പടച്ചവനെ. നിന്യനായി പോകുന്നതിന് തൊട്ട് കാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഇസ്സത്തുള്ള മനുഷ്യർ നിന്യനായി പോണേ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ പടച്ചവനെ. ഞങ്ങൾ നിന്യതയിലാക്കരുതേ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ഒരു മനുഷ്യന്റെ വലിയ ആഗ്രഹവും കൊതിയും താല്പര്യമാണ് ഒരു മനുഷ്യന് സ്വന്തമായൊരു വീട്. അതിനുള്ള വഴികൾ നീ തുറക്കണേ പടച്ചവനെ. വീടിന്റെ പണിയും മറ്റൊക്കെ നടക്കുന്നവർക്ക് അതിനുള്ള എളുപ്പങ്ങളെ നീ ചെയ്തു കൊടുക്കണേ പടച്ചവനെ. മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, കച്ചവടം, കൃഷി, ഉദ്യോഗം, ഏർപ്പാടുകൾ, എന്തെല്ലാം ആയിഷത്തിന്റെ വഴികളുണ്ടോ അതിലൊക്കെ നീ ബർക്കത്ത് ചെയ്ത് തരണേ പടച്ചവനെ. ബർക്കത്ത് ചെയ്തു തരണേ പടച്ചവനെ. ഉള്ളതിൽ നീ ബർക്കത്ത് ചെയ്ത് തരണേ പടച്ചവൻ. യാ അല്ലാഹ്, ഉപജീവനത്തിന് മാർഗമില്ലാത്തവർക്ക് എളുപ്പമായി അവരെ ഉപജീവനത്തിന്റെ വഴികളെ നീ തുറന്നു കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളെ ഈ കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ഈ കൂടലിനെ നീ കബൂലാക്കണമല്ല. ഒരാളെ നീ പാഴാക്കരുത് പടച്ചവനെ. ഓരോരുത്തരും വണ്ടിയും അവസ്ഥകളൊക്കെ ആയി വന്ന് മഗ്‌രിബാവുമ്പോഴേക്കും ഇവിടെ എത്തുന്നത് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ് പടച്ചവനെ. എന്തെങ്കിലും കിട്ടുന്നോ എന്തെങ്കിലും പ്രതീക്ഷിച്ചു വരുന്നവരല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ നീ ഖുർആന്റെ അഹലുകാരായി നാളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഈ ഖുർആന്റെ സദസ്സ് ഞങ്ങളെ ദുനിയാവിനും ആഖിറത്തിനും ഖൈറിൻ്റെതാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, മുഴുവൻ മുഖ്ലിസീങ്ങളുടെയും പടച്ചവനെ, മുഖ്ലിസീങ്ങളാവാൻ ഇതിനെ നീ സബബാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, കുറവുകളെല്ലാം നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ശരിയായ ഖുർആനിന്റെ ശരിയായ ആശയം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളെ സുന്നത്തുകളെയും പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് പടച്ചവനെ തൃപ്തന്മാരിൽ നീ തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിലാവാൻ നീ ഞങ്ങൾക്ക് അവസരം തരണേ പടച്ചവനെ. അല്ലാഹു, ഈ മസ്ജിദിനെ കബൂലാക്കണേ അല്ലാഹ്. ഇതിന് സമ്പത്തും ശരീരവും കഴിവും യോഗ്യതകളും ചെലവഴിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പടച്ചവനെ. യാ അല്ലാഹ്, ചെറുതും വലുതും നൽകുന്നവരുണ്ട്. എല്ലാവരും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ നടക്കുന്ന മുഴുവൻ ഖൈറുകളും അവരെ നന്മയിലേക്ക് അതുപോലെ നീ ആക്കണേ പടച്ചവൻ. ആരെല്ലാം മരിച്ചുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ മരിച്ചുപോയ ബന്ധുക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെലവാക്കിയിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നടക്കുന്ന ഖുർആനിന്റെ ദർസുകൾ, പടച്ചവനെ ദീനിന്റെ ബയാനുകൾ, ജമാഅത്തുകളുടെ വരവുകൾ, അവരുടെ നമസ്കാരങ്ങൾ, ഓരോ വക്തുകൾക്കും വന്ന് നമസ്കരിച്ചു പോകുന്നവർ, ഖുർആന്റെ ഹിഫ്ലിന്റെ തിലാവത്തുകൾ എല്ലാം അതാത് സമയത്ത് അവരെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ പടച്ചവനെ. ഇതിന്റെ ഹക്കിൽ നീ ഞങ്ങളെ മഖ്ബൂലീങ്ങളാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഒരുപാട് ആൾക്കാർ പടച്ചവനെ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും ഞങ്ങൾക്ക് പല ഉപകാരങ്ങൾ ചെയ്തവരുണ്ട് പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, അവർക്കൊന്നും പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ഖജനാവുന്ന അവർക്കും അവരുടെ മക്കൾക്കും അവരുടെ തലമുറകൾക്കും ഖൈറിന്റെ വാതിലുകൾ നീ തുറന്നു കൊടുക്കണേ പടച്ചവനെ. അവരെ ദുനിയാവിൽ ഇസ്സത്തുള്ളവരാക്കണേ പടച്ചവനെ. ആഖിറത്തിൽ ഉയർന്ന ദർജ നൽകണേ പടച്ചവനെ. ഞങ്ങൾക്കും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും മറ്റുള്ളവരുടെ അവസ്ഥകൾ കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ പടച്ചവനെ. യാ അല്ലാഹ്, എന്തായാലും ഞങ്ങളൊക്കെ ഒരു ദിവസം മരിക്കും പടച്ചവനെ. രാത്രിയിലോ പകലിലൊക്കെ അയാൾ മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തേക്ക് വരും പടച്ചവനെ. അന്ന് ചേതനായിട്ട് ഞങ്ങൾ കിടക്കുന്നുണ്ടാവും, ഞങ്ങളെ താടികൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ടാവും പടച്ചവനെ. അതൊരു സത്യമാണല്ലോ. അല്ലാഹുവേ, അന്നത്തെ ദിവസം ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിന്റെ ദിവസമാക്കണേ പടച്ചവൻ. നീ ഞങ്ങളിൽ ഏറ്റവും സംതൃപ്തനത തോന്നുന്നത് എപ്പോഴാണോ നീ ഞങ്ങളിൽ സംതൃപ്തനാവുന്ന അവസ്ഥയിൽ ഞങ്ങളെ റൂഹിനെ പിടിക്കണേ പടച്ചവൻ.
അത് പിന്നെ എന്നായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പടച്ചവനെ. നീ ഇഷ്ടപ്പെടുന്ന സമയത്താവണേ പടച്ചു. ഏതെങ്കിലും ഗഫ്ലത്തിലോ ഏതെങ്കിലും തിന്മയിലോ നിന്നെ മതിമറന്ന് നിൽക്കുന്ന അവസ്ഥയിലോ ഞങ്ങളെ റൂഹിനെ പിടിക്കരുതേ പടച്ചവനെ. ദുനിയാവിന്റെ പിന്നാലെ ഓടി 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 അതിന്റെ ചളിക്കുണ്ടിൽ മുഖം കുത്തി വീണ് മരിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ ദുനിയാവും ആഖിറവും നന്നാക്കണേ പടച്ചവൻ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും എന്ന് പറഞ്ഞ പടച്ചവനെ, ആ ഉയർന്ന സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ പടച്ചവനെ. ആ സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ അരുവികളിൽ നീ ഞങ്ങൾക്ക് ആനന്ദിക്കാൻ തൗഫീക്ക് തരണേ പടച്ചവനെ. അത് ഞങ്ങളെ കൊതിയും ആഗ്രഹമാണ് പടച്ചവനെ. അമലൊന്നും മുന്നിക്ക് വെക്കാനില്ല പടച്ചവനെ. പക്ഷെ നീ ഔദാര്യവാനാണല്ലോ. ചോദിക്കുന്ന ചോദ്യകർത്താക്കൾക്ക് ഉത്തരം നൽകാൻ നീ പറഞ്ഞതാണല്ലോ. ഞങ്ങൾ നിന്റെ ഔദാര്യത്തിൽ നിന്ന് സ്വർഗം ചോദിക്കാൻ പടച്ചവനെ. അല്ലാ, നരകം താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല പടച്ചവനെ. അല്ലാഹുവേ, നരകത്തിന് രക്ഷപ്പെടാനുള്ള അമലൊന്നും ഇല്ല പടച്ചവനെ. നിന്റെ കരുണ കൊണ്ട് ആ തീക്കുണ്ടത്തുനിന്ന് രക്ഷപ്പെടുത്തണേ പടച്ചവൻ. നരകം കാണാതെ സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളാക്കണേ പടച്ചവൻ. ഞങ്ങളെ ദുആ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت.